ഈ വികസന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംവാദങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള സഹിഷ്ണുത കൂടിക്കൂടി വരികയാണെന്ന് ഇപ്പോൾ നേരത്തെ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചിപ്പിച്ചു. അതുപോലെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എക്സ്പേർട്സ്, അതായത് കേരളത്തിൻ്റെ നയപരമായിട്ടും വികസനപരമായിട്ടുമൊക്കെയുള്ള ഇനീഷ്യേറ്റീവുകളിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർ. വിമർശനം ഉന്നയിച്ചപ്പോൾ അവരെ വിദഗ്ധർ എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യ രൂപേണയൊക്കെയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അത് ഇടതുപക്ഷ വിരുദ്ധരാണെന്ന് പറഞ്ഞിട്ട് മുദ്രകുത്തുന്നു, സംസ്ഥാന വിരുദ്ധ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് മുദ്രകുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ താങ്കളോട് ഈ കാര്യം പ്രത്യേകം ചോദിക്കാൻ കാരണം താങ്കൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളാണ്. പ്രത്യേകിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഒരു റിസോഴ്സ് സംഘടനയായിട്ട് എന്നും പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഈ പരിഷത്തിൻ്റെ റോള്, അതായത് പരിഷത്തും ഇടതുപക്ഷം തമ്മിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് വളരെ ഒരു പ്രശ്ന സങ്കീർണമാണെന്ന് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തോന്നും. അവരുടെ വിനിമയങ്ങൾ നോക്കുമ്പോൾ അത് പരിഷത്തിനകത്ത് സംഭവിച്ച മാറ്റങ്ങൾ കൊണ്ടാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷ നേതൃത്വത്തിന് പറ്റിയിട്ടുള്ള പരിണാമങ്ങളാണോ ഈ ഒരു ചേർച്ചക്കുറവ്, സാരസ്യക്കുറവ് ഉണ്ടാക്കുന്നത്? ഇത് ഇടതുപക്ഷത്തിന് സവിശേഷമായി കേരളത്തിലുണ്ടായ ഒരു പ്രശ്നമായിട്ട് അതിൻ്റെ ഒരു മൂലകാരണം അങ്ങനെ കാണുന്ന ഒരാളല്ല ഞാൻ. കേരളത്തിലെ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലാണ്. ഇന്ത്യയിൽ ഈ പ്രവണത അതിരൂക്ഷമാണ്, ജനാധിപത്യ വിരുദ്ധത. വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളോട് സംവദിക്കുന്നില്ലെന്നും തിരസ്കരിക്കുന്നില്ലെന്നും മാത്രമല്ല, അവരെ പിടിച്ച് UAPA ചുമത്തിയോ രാജ്യദ്രോഹ കുറ്റം ചുമത്തോ അകത്തിട്ടിരിക്കുക. ഒന്നും ഭീകരരല്ലെന്ന് നമുക്കറിയാം. ആ നിലയിലുള്ള തന്ത്രങ്ങളും എല്ലാം അവർ ആവിഷ്കരിച്ച് വളരെ കുടിലമായ നിലയിൽ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഇതൊരു ഫാസിസ്റ്റ് പ്രവണതയാണ്. ഇതിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ വളർന്നു വരണം. അതിനാണല്ലോ ഇടതുപക്ഷവും നിൽക്കുന്നത്. BJP ഇതര പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസും അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടിയിരിക്കുന്നത്. ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു മൂല്യബോധം എന്താ? അപ്പോൾ ഈ നെഹ്റു ഇപ്പോൾ തിരിച്ചു വരുന്നത്, ഇടതുപക്ഷത്തിന് പോലും നെഹ്റു ആവശ്യമായി വരുന്നതാണ്. നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യമാണ്. ഇപ്പോൾ ഒരു 30 വർഷം മുമ്പോ 40 വർഷം മുമ്പ് നെഹ്റു അല്ല, അതിനപ്പുറമുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വീണ്ടും 3 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇപ്പോൾ ആ മുദ്രാവാക്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവുക. ജനാധിപത്യ മൂല്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ലിബറൽ ചിന്തകൾ, വെൽഫെയർ മെഷേഴ്സ്, അതിനപ്പുറത്തേക്കുള്ള ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല. നെഹ്റുവിയൻ ചിന്തയെ സംബന്ധിച്ച് കൂടുതൽ സംവദിക്കാൻ ഇടതുപക്ഷം കടന്നു വരുന്നതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് പോലും ആ നിലയിലുള്ള മൂല്യബോധത്തെ ചേർത്ത് പിടിക്കണം. ഇടതുപക്ഷത്തിന് അന്യമായൊരു മൂല്യബോധമൊന്നുമല്ല ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. അപ്പം ജനാധിപത്യം, ഭരണഘടനാ മൂല്യങ്ങൾ, സംവാദാത്മകത എന്ന് പറയുന്നത് ഫാസിസത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതിൽ ഊന്നി നിന്ന് വേണം അതിനെതിരെയുള്ള മൂവ്മെന്റ്. ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റിന് രാഷ്ട്രീയ സമ്പദ്ഘടനാപരമായ ഒരു ഫ്രെയിമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഈ മൂല്യബോധം ഇങ്ങനെ വരണം. ഈ മൂല്യബോധം ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയിൽ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവരെപ്പോഴും ആ ചെളിക്കുണ്ടിലേക്ക് പിടിച്ചിടാൻ ശ്രമിക്കും. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളെ പറ്റി അതിനെ ഇത്രയും വേഗം സംസ്കാരശൂന്യമായ ചർച്ചകളിലേക്കും ഒക്കെ ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അവരാണ്. അത് അവരുടെ മണ്ഡലം. അങ്ങോട്ട് ചാടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിനോ ഈ കോൺഗ്രസിനോ അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം അതിൽ പ്രാവീണ്യമുള്ളവരാണ്. ഇവർ ശ്രമിക്കേണ്ടത് എന്താ? കരയ്ക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇവർക്കത് പറ്റുന്ന മണ്ഡലമല്ല. ചർച്ച മുമ്പോട്ട് പോയാൽ കാര്യങ്ങളെല്ലാം വെളിച്ചത്താവും. അപ്പൊ ചർച്ച അങ്ങനെ സുഗമമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ലളിതമായിട്ട് പറഞ്ഞതേ ഈ സംഗതിയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഫലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിലും മറ്റു ചില കാര്യങ്ങളിൽ നിർഭാഗ്യവശാൽ പല ലെഫ്റ്റ് പോരാളികൾ എന്ന നിലയ്ക്കും മറ്റുമൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലും പൊതുമണ്ഡലത്തിലും നിൽക്കുന്ന ആൾക്കാർ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ തന്നെ എഴുതിയ കുഞ്ഞാമൻ്റെ ആത്മകഥയുടെ എതിരിനകത്ത് കുഞ്ഞാമൻ പറയുന്നില്ലേ, പണ്ട് ഞാൻ AKG സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ദിവസം എപ്പോഴെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത് വന്ന് EMS അല്ലെങ്കിൽ VS ഒക്കെ വന്നിട്ട് എന്താണ് കുഞ്ഞാമൻ മിണ്ടാതിരുന്നത്, കുഞ്ഞാമൻ ചർച്ച ചെയ്യണം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ കുഞ്ഞാമൻ പറയണം, അത് കേൾക്കാൻ ആഗ്രഹിക്കുക. കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴല്ലേ, ഇനിയിപ്പോൾ അഥവാ ഇനി എതിർക്കാനാണെങ്കിൽ തന്നെയും കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴല്ലേ സംവാദാത്മകം നിലനിർത്താൻ പറ്റുള്ളൂ. ആ അന്തരീക്ഷം
കുറവ് വന്നിട്ടുണ്ട്. അത് അത് താഴെ തട്ടിലേക്കും സമൂഹത്തിലേക്ക് പോകുമ്പോൾ വേറൊരു തരത്തിൽ വളരെ അനാരോഗ്യകരമായ പ്രവണതകളായിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രവണതയാണ്, അതാണ് കേരളത്തിൽ. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിലുള്ളതിൽ നിന്ന് വേറിട്ട് പോകണം, എന്നാലേ ഈ ഫൈറ്റ് വിജയിക്കൂ. അല്ലാതെ നല്ല മനുഷ്യരായിട്ട്, ധാർമ്മികമായിട്ട് നല്ല മനുഷ്യരായിട്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇരിക്കണമല്ലോ എന്ന നിലയ്ക്കല്ല. ഇല്ലെങ്കിൽ ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഇതിൽ വിജയിക്കില്ല, അവർക്കുള്ള മണ്ഡലം ഒരുക്കി കൊടുക്കുക. അതാണ് കേരളത്തിലെ ഈ സാംസ്കാരിക രംഗത്തെയും സാമൂഹിക മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ. അതാ അവരുടെ മേഖലയിൽ പോകരുത്. അതുകൊണ്ടാണ് അമ്പലം ഉണ്ടാക്കാനും അമ്പലത്തിലെ ചടങ്ങുകൾ സംഘടിപ്പിക്കാനും അവിടെ എല്ലാ ഉദ്ഘാടകനും പ്രഭാഷകനുമായിട്ട് ഒന്നും ഇടതുപക്ഷം പോകേണ്ടതില്ല. ഒരു കാലത്തും പോയിട്ടില്ലല്ലോ. EMS അച്യുതമേനോനെയും അല്ലെങ്കിൽ MN ഗോവിന്ദൻ നായരെയോ അല്ലെങ്കിൽ പിന്നെ VS നായനാർ, ഇവരൊക്കെ ഇതിലെല്ലാം അവിടെ പോയി ആ ചടങ്ങുകളിൽ പങ്കെടുത്തും അവിടെ ഉദ്ഘാടകനായിട്ടും പ്രഭാഷകനായിട്ടും പ്രതിഷ്ഠയുടെ മുഖ്യപ്രഭാഷകൻ പ്രതിഷ്ഠ നടത്തുന്നിടത്ത് അങ്ങനെയൊക്കെ ആൾക്കാർ പോവുക. ആ വേദിക്ക് അനുയോജ്യമായിട്ട് അവിടെ സംസാരിക്കുന്നു, ഇപ്പുറത്ത് വന്ന് വേറൊന്ന് സംസാരിക്കുന്നു. ആ വേദിയിൽ പോയിട്ട് അവരിലൂടെയാണ് സാമൂഹിക മാറ്റം വരാൻ പോകുന്നതെന്ന് പറയുക. ഇപ്പുറത്ത് വന്നിട്ട് ഭൗതികവാദ ചിന്തകളിൽ അടിയുറച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ പറയും. അപ്പോൾ ഒരു വിശ്വാസക്കുറവ് അണികൾക്ക് വരും. ഇത് സംഭവിക്കുന്നത് അറിയോ? ഇപ്പം ഗ്രാംഷിയൊക്കെ പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു സമൂഹത്തിൽ ഇങ്ങനെ ആടിക്കളിക്കുന്നവരാ മനുഷ്യർ. ഒരാടിക്കളിക്കുക, ഇങ്ങനെ ആംബിവാലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നന്മയിലേക്ക് പോകാൻ, നല്ല രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ചിന്തകളും ഇതിങ്ങനെ നിൽക്കുക. അതിനകത്ത് പോയി ഇടപെടുകയാണ് ജൈവ ബുദ്ധിജീവിയുടെ കടമ. ജൈവ ബുദ്ധിജീവി എന്ന നിലയ്ക്കല്ല, രാഷ്ട്രീയ പ്രവർത്തകർ, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, ഇവരൊക്കെ ജൈവ ബുദ്ധിജീവികളാണ്. അവരെ മറിക്കുക എന്നുള്ളതാണ്, അവരെ മറിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നെഗറ്റീവ് സൈഡിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടാൽ ആള് പോകരുതല്ലോ. എന്നാൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് പോയി അഭിരമിച്ച് കളയാം, അതിൻ്റെ വക്താവായിട്ട് നിൽക്കുക. അത്യന്തം അപകടകരമായ നിലയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വന്ന് വൈകിട്ടത്തെ ചർച്ചകളിലൊക്കെ ഈ വക്താക്കൾ എന്ന നിലയിൽ വന്ന ഓരോരുത്തരും വക്താക്കളല്ലാതെ ശത്രുക്കളായി മാറിപ്പോകുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയൊക്കെ സംഭവിക്കുന്ന ആദ്യമേ പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പല വക്താക്കൾ വന്നാൽ ഇവരൊന്നും ആത്യന്തികമായിട്ട് ഇതല്ല, ഇടതുപക്ഷമല്ല, ഇവരൊക്കെ പോകും എന്ന് പറഞ്ഞപ്പം അവർ മാത്രമല്ല ബാക്കിയുള്ളവരും കൂടി ചേർന്ന് അങ്ങനെ പറഞ്ഞവരെയാണ് കൈകാര്യം ചെയ്തത്. അവരാണ് സാമ്രാജ്യത്തെ ചാരൻ എന്ന് മാത്രമേ ഇനിയിപ്പോൾ ആക്ഷേപിക്കാനുള്ളൂ. ബാക്കി ഫാസത്തിന്റെ കുഴലൂത്ത് എന്നുള്ള നിലയിലൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു. അവരുടെ കാര്യസാധ്യത്തിന് നിൽക്കുകയും അവർ തിരിച്ചു പോവുകയും ചെയ്യുക. അവരെ വക്താക്കളായിട്ട് നിന്നു. ഇതൊക്കെ എങ്ങനെ ഇനി ഇടതുപക്ഷം അതിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കുന്നുള്ള പ്രശ്നമുണ്ട്. പ്രശ്നം അതുമാത്രമല്ല, ഇന്നലെ വന്ന ആൾക്കാർ വക്താക്കളായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുകയും അതിന് കയ്യടി കിട്ടുകയും അത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ധാരാളം അണികൾ രസകരമായിട്ട് ഇവർക്ക് പറഞ്ഞു പോകാമല്ലോ. അതിന് പ്രത്യേകിച്ചൊരു കമ്മിറ്റ്മെന്റ് ഇല്ലല്ലോ. ഇന്ന രാഷ്ട്രീയത്തിന്റെ ഫ്രെയിമിൽ നിന്നും സംസാരിക്കണമെന്ന് ഇവർക്കില്ല. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്താം. അപ്പൊ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ സാധാരണ അണികൾ കൈയടിക്കുകയും അതൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ തേച്ചൊട്ടിച്ചെന്നോ അല്ല കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ കുറെ കഴിയുമ്പോൾ ഒരു അപകടം സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ വണ്ണം മൗലികമായ രാഷ്ട്രീയം പറഞ്ഞു പോയ നല്ല നേതാക്കൾ ഇപ്പോഴും ഇടതുപക്ഷത്തുണ്ട്. വളരെ രാഷ്ട്രീയമായി കാര്യപ്രാപ്തിയുള്ള സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരെക്കാളും പ്രോമിനൻസ് ഇവർക്ക് കിട്ടുക, സമൂഹത്തിൽ വലിയ ഒരു സ്വീകാര്യതയൊക്കെ കിട്ടുക, അറിയാതെ അവരും ഇതിലേക്ക് സംസാരിച്ചു. അതാണ് നേരത്തെ നല്ല നിലയിൽ സംസാരിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും ഈ ഒരു പാതയിലേക്ക് പോയി. ഒരു വൈറസുകളായിരുന്നു ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ ചോദ്യം. പരിഷത്ത് കേരളത്തിലെ മറ്റ് ഇതര പല സംഘടനകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ശാസ്ത്രത്തിന് വേണ്ടി 10,000-കണക്കിന് അംഗങ്ങളുള്ളൊരു സംഘടന അങ്ങനെ കൊണ്ടു നടക്കുന്നതിന് പാടാണല്ലോ. അതിൻ്റെ മാസികകളൊക്കെ തന്നെ അല്ലാത്ത മാസികകൾ കൂട്ടിപ്പോയി ഈ കോവിഡ് കാലത്ത് മറ്റുമൊക്കെ. എന്നാലും ജനകീയമായൊരു സംവിധാനം ഉള്ളതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ നിലനിന്ന് പോകുന്നു. ഇത് എപ്പോഴും ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്നേഹബന്ധത്തിൽ പോയ സംഗതിയല്ല. അതങ്ങനെ നിലനിൽക്കുന്നത് എൻ്റെ നിലപാടുകൾ തന്നെയാണ്. അത് ജനപക്ഷത്ത് നിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെ രീതികളെ ആശ്രയിക്കുന്ന ഒരു ജനപക്ഷ രാഷ്ട്രീയം പരിഷത്ത് വികസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിശാല ഇടതുപക്ഷ രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രാഷ്ട്രീയം എടുത്തിട്ടുണ്ട്. ഏറെയും കുറഞ്ഞും പരിഷത്ത് അത് കളയാതെ കൊണ്ടുപോകുന്നുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടാകുന്നുണ്ട്. അത് ഈ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഷത്തിനെ പല നിലയിലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പല ക്യാമ്പയിനും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് പരിഷത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കുകയും ചർച്ച ചെയ്തെടുക്കുകയും ചെയ്തില്ല, അത് ആഗ്രഹിക്കുന്ന നിലയിലേക്ക്, കേരളം ആവശ്യപ്പെടുന്ന നിലയിലേക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല.
അതിപ്പോൾ സിൽവർ ലൈനിന്റെ ചുറ്റുവട്ടത്തിൽ കേരളത്തിന്റെ ഗതാഗത മേഖലയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പരിഷത്ത് ആഗ്രഹിച്ചവണ്ണം പരിഷത്തിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പരിഷത്തിന്റെ സംഘടനാ ശരീരത്തെ തന്നെ അത് പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കേരള ഒരു പദയാത്ര നടത്തി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മറ്റോ ഒന്നും ഇപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്ര സംഘടന കേരളത്തിന്റെ തെക്ക് വടക്ക് പദയാത്ര നടത്തി പോയി. അതിൽ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി, നേട്ടങ്ങൾ പറഞ്ഞതിന് ശേഷം കേരളം നേരിടുന്ന പ്രശ്നങ്ങളെ അക്കവിട്ട് പരിശോധിച്ചാൽ പോയത്. അപ്പോൾ അതിലെല്ലാം വലിയ തരത്തിലുള്ള വലിയ സഹായ സഹകരണങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളപ്പോൾ തന്നെ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളോ ആക്രമണങ്ങളോ ഒക്കെ ഏറ്റുവാങ്ങിയാണ് പരിഷത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അത് പരിഷത്തിൻ്റെ പ്രതിരോധത്തിൽ കുറേയേറെ ആക്കുന്നുണ്ട്. അതിനെ ഞാൻ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയം കടന്നു വരുന്നു പരിഷത്തിനകത്ത്. ആ സമരം പരിഷത്തിനകത്തും നടക്കാം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് സമരമില്ലേ? നടക്കണം. ഇല്ലേ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം ആരെങ്കിലും പ്രഖ്യാപിച്ച് അതിനൊപ്പം പോകുന്നതാണല്ലോ. അതൊരു ജൈവ സ്വഭാവമില്ല. അപ്പൊ എല്ലായിടത്തും നടക്കും. നമ്മൾ 4 പേര് കൂടിയിരിക്കുന്ന എവിടെയൊക്കെയോ നമുക്ക് ചില വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ നിലനിൽക്കണം. അപ്പം പരിഷത്തിൽ ഈ വക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം ഏകമാനമായ രീതിയിലല്ല അങ്ങനെ പോകാൻ പാടില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ചർച്ച ഉണ്ട്. ഈ പുറത്തെ കാര്യങ്ങളൊക്കെ അവിടെയും പ്രതിഫലിക്കുന്നുണ്ടാകും. ആ നിലയിൽ നോക്കിയാൽ സൂക്ഷ്മമായ ഒരു സമരം അതിനകത്ത് നടക്കുമല്ലോ, സ്വാഭാവികമാണ്. അത് ഈ മറ്റ് സംഘടനകളെ പോലെ ഇങ്ങനെ നിന്ന് ഒരു ഭാഗത്ത് ഇരുഭാഗത്ത് അങ്ങനെയല്ല. ആരോഗ്യകരമായ ഒരു സംവാദത്തിന്റെ ലെവലിൽ പരിഷത്തിൽ ഏറിയും കുറഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലം എന്താ എന്നുള്ളത് പരിഷത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു ശാസ്ത്ര ആഭിമുഖ്യത്തോടുകൂടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന കേരള സമൂഹത്തെ സംബന്ധിച്ചും അത് ഒരു സുപ്രധാനമായിരിക്കും. കേരളത്തിൻ്റെ പരിസ്ഥിതി വികസനം, ജെൻഡർ തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ കേരളത്തിൻ്റെ ഒരു അവബോധം, പാരിസ്ഥിതിക അവബോധം ഉൾപ്പെടെ അവബോധം ഈ നിലയിലേക്ക് വരുന്നതിൽ ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് പരിഷത്ത്. ഈ ഏറ്റവും കൂടുതൽ മറ്റേത് കാലത്തേക്കാലം ആവശ്യപ്പെടുന്നത് ഇപ്പോഴാണ്. കാരണം വലിയ തോതിൽ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളും മറ്റുമൊക്കെ ആൾക്കാർ വഴിതിരിഞ്ഞു പോവുക. ശാസ്ത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വലിയ തെറ്റായ നിലയിലുള്ള പ്രചാരണങ്ങൾ നടക്കുക. ശാസ്ത്രം നേരത്തെ സംസാരിക്കുന്ന ആൾക്കാർ കുറവാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേര്. ഇപ്പൊ എസൻസ് ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പലരും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതുണ്ട്. പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ ചിലരൊക്കെ ആ കാര്യത്തിലൊക്കെ ചില വൈദഗ്ധ്യങ്ങൾ നേടിയവരുമായിരിക്കും. പക്ഷെ അബദ്ധ ജടിലങ്ങളായിട്ടുള്ള ഒട്ടേറെ സംഗതികൾ കേരളം. അപ്പൊ പരിഷത്ത് വലിയ പങ്ക് ചിലപ്പോൾ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഒരു പങ്ക് വഹിക്കാൻ. അങ്ങനെയാണോ? അതായത് മുൻകാലങ്ങളിലെ പരിഷത്തിന്റെ ഒരുപാട് എഴുത്തുകാർ മുഖ്യധാര മാധ്യമങ്ങളിൽ എഴുതിയിരുന്ന ഒരുപാട് പഴയതൊന്നുമല്ല അത്. പക്ഷെ ഇപ്പോൾ അത്തരം ആളുകൾ ഒരു വികസന പ്രശ്നത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തെ പറ്റിയിട്ട് തുറന്നെഴുതാൻ മടിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണുന്നു. മുഖ്യധാരയിൽ പരിഷത്തിന്റെ വക്താക്കൾ ഒന്നുകിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന, മറിച്ചൊരു ചിന്ത എഴുതാൻ ഭയമാണ് സത്യത്തിൽ. അങ്ങനെയാണ് നമ്മുടെ അനുഭവം. അങ്ങനെ സംഭവിക്കുന്നില്ലേ? അത് ഞാൻ പറയാം, ഏറ്റക്കുറച്ചിലോടുകൂടി കേരളത്തിലെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടായി. അപ്പൊ പരിഷത്തിൽ മാത്രമല്ല, കേരളത്തിലെ അക്കാദമിക് സമൂഹത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ അക്കാദമിക് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോ ഞാൻ പറയട്ടെ, ഇപ്പോ ഗാഡ്ഗില് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പല മാസികകളുടെ മുഖചിത്രം ഗാഡ്ഗിലായി മാറി. പലരും ഗാഡ്ഗിലിനെ കുറിച്ച് എഴുതുന്നു. ചിലരൊക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് ചിരി വരും. കാരണം എങ്ങനെയാണ് ഇവരൊക്കെ ചേർന്ന് ഗാഡ്ഗിലിനെ അവതരിപ്പിച്ചത്? പക്ഷെ ഗാഡ്ഗിലിനെ ഒരു 10 വർഷമായിട്ട് തുറന്നു പറഞ്ഞതിൽ ഞാൻ മടിക്കില്ല. പരിഷത്ത് പോലും ഗാഡ്ഗിൽ അർഹിക്കുന്ന നിലയിൽ ചേർത്ത് പിടിക്കാൻ പരിഷത്ത് വലിയ തോതിൽ ഒരുമിച്ച് പ്രവർത്തനം നടത്തിയതല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. അത് ഗാഡ്ഗിലും ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ മൗലികമായി കേരളത്തിൻ്റെ ബൗദ്ധിക മേഖലയിലും ഒക്കെ സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതിനെ അതിജീവിച്ച് അക്കാഡമിക് കമ്മ്യൂണിറ്റി എന്നാലും അങ്ങനെയൊക്കെ അതിജീവിച്ച് അവർ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ വരുമായിരിക്കും, ചിലർ വന്ന് ബോൾഡായിട്ട് ഒറ്റയ്ക്കുമൊക്കെ സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയ കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞ അതിൻ്റെ ചില അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പരിഷത്തിലും ഒക്കെയും ഉണ്ടാകാം. പക്ഷെ പരിഷത്ത് ഒരു സംഘടന എന്ന നിലയിൽ അതിനൊന്നും ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയോ എടുക്കുകയോ. പൊതുവെ ലിബറൽ ആണല്ലോ. ഇതിന് സിൽവർ ലൈനിൻ്റെ പരിഷത്തിൻ്റെ നിലപാടിന് എതിരെ പരിഷത്തിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. പരിഷത്തിന്റെ നിർവാഹക സമിതി അംഗമാണല്ലോ നയപരമായ തീരുമാനം എടുക്കുന്നത്.
അപ്പോൾ അത് ചേർന്നെടുത്ത ഒരു നിലപാടാണ്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർക്ക് അത് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പിന്നെ അതിനകത്ത് നൽകിയിട്ടുണ്ട്. അത്ര ഒരു കേഡർ സ്വഭാവമല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനുമുണ്ട് പരിഷത്തിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ. പരിഷത്തിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ മുൻപുണ്ടായിരുന്ന അത്രയും എണ്ണം ചില അഭിപ്രായങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ മുമ്പുണ്ടിരുന്ന അത്രത്തോളം പ്രവർത്തകർ മുമ്പോട്ട് വരുന്നതിന് ഞാൻ മുമ്പ് പറഞ്ഞ ഈ കേരളം പൊതുവിൽ നേരിടുന്ന പ്രതിസന്ധി ഒരു തടസ്സമായി മാറിയിട്ടുണ്ടെന്ന് തന്നെ ഞാനും കരുതുന്നു. ഇപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് കുറേയും കൂടിയും അനുഭവങ്ങളുള്ള ആളാണ്. സി ഡി എസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചിന്താപരമായിട്ടുള്ള, അതായത് വികസനം മാത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, കേരളത്തിനെ ആസ് എ വോൾ ബിൽഡ് ചെയ്തതിൽ വളരെ ഒരു ഇൻ്റലക്ച്വൽ എക്സ്പെർട്ടൈസ് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്, കൂട്ടായ്മയാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ സാറിന് പറയുന്ന കാര്യമല്ല, EMSൻ്റെ ഒക്കെ 57 മുതലുള്ള നടന്നുള്ള വിനിമയങ്ങൾ സാറിന് അനുഭവത്തിലുണ്ട്. അപ്പം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇൻ്റലക്ച്വൽ എക്സ്പെർട്ടൈസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന, അതിന് സംശയകരമായിട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സമീപനം എങ്ങനെയാണ് രൂപപ്പെട്ടത്? എന്ന് മാത്രമല്ല, ഇത്തരം പഠന പുസ്തകങ്ങളുടെ നേരെ എതിർവശത്ത് നിൽക്കുന്ന നയ സമീപനങ്ങളാണ് സർക്കാർ പോലും സ്വീകരിക്കുന്നത്. ഒരു സംവാദത്തിനുള്ള സ്പേസ് ഉണ്ടാക്കുന്നില്ല. അതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ടെൻറ്റേറ്റീവ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇടത് വലത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡിവിഷൻ, ഐഡിയോളജിക്കൽ ഡിവിഷൻ ഇന്ന് അത്രയും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആഗോളതലത്തിൽ പ്രത്യേകിച്ചും ഇന്ന് ചൈനയിൽ നടക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇടതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും മൂർത്തമായിട്ടുള്ള വലതുപക്ഷ കാര്യങ്ങളാണ് അവിടെ എക്കണോമിക് റീഫോമായിട്ട് അവർ കൊണ്ടുവന്നത്. മാവോ വെറുതെ അല്ല ദെങ് സിയാഒപിങ്ങിനെയും കൂട്ടരെയും ക്യാപിറ്റലിസ്റ്റ് റോഡർ എന്ന് പറഞ്ഞത്. അങ്ങേർക്ക് ഇത് നേരത്തെ മനസ്സിലായി, 60കളുടെ ആദ്യമേ മനസ്സിലായി. അവിടെ തന്നെ ഒരു റപ്ചർ വന്നു, ഐഡിയോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ദെങ് സിയാഒപ് പറഞ്ഞത് ഇടത് ആണെങ്കിലും വലത് നയങ്ങളാണ് നമുക്ക് സ്വീകാര്യമെങ്കിൽ അത് ഇടതിനും ആവാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ദ കാറ്റ് ഈസ് വൈറ്റ് ഓർ ബ്ലാക്ക്, ഇറ്റ് ഷുഡ് ക്യാച്ച് മൈസ്. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് അദ്ദേഹം കൊടുത്തത്. വലതെന്നോ ഇടതെന്നോ ഒന്നും നോക്കണ്ട, നമുക്ക് ഗുണകരമാണെങ്കിൽ അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സോവിയറ്റ് യൂണിയൻ്റെ ഇത്. പിന്നെ ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ ക്യാപിറ്റലിസം ആഫ്റ്റർ ദ പെട്രോ ഡോളർ, ദ ഫ്ലഷ് ഓഫ് പെട്രോ ഡോളർ, അവരുടെ ഏറ്റവും വലിയ ഒരു ജയം എന്ന് പറഞ്ഞത് 71 പ്രസിഡന്റ് നിക്സൺ ഈ ഡോളറും സ്വർണവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അതുവരെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞ IMFഉം വേൾഡ് ബാങ്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഡോളറാണ് ലോക വ്യാപാര കറൻസി ആയിട്ട്, വ്യാപാരം മാത്രമല്ല ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായിട്ട് അവർ ഉയർത്തി കാണിച്ചു കൊണ്ടുവന്നു. അത് മറ്റു രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ എന്താ കാരണം? ഈ ഡോളർ എന്ന് പറയുന്നത് സ്വർണത്തിന് തുല്യമാണ്. ഒരു ഔൺസ് സ്വർണത്തിന് അന്ന് നിശ്ചയിച്ചത് $35, 45 നിശ്ചയിച്ചതാണ്. അത് 71 വരെ ഗവൺമെൻറ്, അത് US ഗവൺമെൻറ് അത് തുടർന്നു പോകുന്നു. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഡോളർ കയ്യിൽ വെക്കാം, ഏത് രാജ്യമാണെങ്കിലും. അതിന് $35 വീതം കൊടുത്താൽ ഓരോ ഔൺസ് സ്വർണം എപ്പോൾ വേണമെങ്കിലും തരാം എന്നുള്ള ഒരു വാക്കിൻ്റെ പുറത്തായിരുന്നു. 71 പിന്നീട് നടന്ന 73 ഒക്കെ ഈ പെട്രോളിയം ഉൽപ്പന്ന രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി അവർ വില കൂട്ടാൻ നിശ്ചയിച്ചു. അവരെ അന്ന് അമേരിക്ക ആക്രമിച്ചൊന്നുമില്ല. കാരണം ഈ വില കൂട്ടുന്നതിൻ്റെ ഗുണം ആദ്യം കിട്ടുന്നത് കമ്പനികൾക്കാണ്. ആ കമ്പനികൾ മുഴുവനും അമേരിക്കക്കാരുടെയോ വെസ്റ്റേൺ യൂറോപ്പിൻ്റെയോ കമ്പനികളുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ ഈ പെട്രോളിലാണ് ഈ പ്രൈസിങ് മുഴുവൻ. പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന, ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് പെട്രോൾ ഡോളർ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അവരുടെ സാമ്പത്തിക സംവിധാനത്തിൽ ആ ഡോളർ അബ്സോർബ് ചെയ്ത് വിപുലീകരിക്കാനുള്ള ശക്തിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മോർ ലൈക്ക് എ റിസോഴ്സ് റെൻ്റ് എന്ന് പറയും. റിസോഴ്സ് റെൻ്റാണ് കിട്ടിയത്. അപ്പോൾ അമേരിക്ക പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഈ എണ്ണ
വിറ്റ് കിട്ടുന്ന ഡോളറെല്ലാം കഴിയുന്നതും ഞങ്ങളുടെ നിക്ഷേപമായിട്ട് മാറ്റണം. അത് ട്രഷറി ബോണ്ട് വാങ്ങാം, അമേരിക്കയിൽ മറ്റു കാര്യങ്ങൾക്ക് നിക്ഷേപിക്കാം. അങ്ങനെയാണ് പെട്രോ ഡോളർ പ്രതിഭാസം വന്ന് ദി എൻറ്റയർ അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റം വാസ് ഫ്ലഷ് വിത്ത് പെട്രോ ഡോളർ മണി. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിന് പേടി വന്നത് എന്താണെന്ന് വെച്ചാൽ അത് അപ്പോൾ തന്നെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫ്രാൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കുറച്ചൊക്കെ നമ്മളെമാരിയുള്ള രാജ്യങ്ങൾ നമ്മൾ വളരെ ദരിദ്രരായതുകൊണ്ട് വലിയ ഇതില്ല, അവർക്കൊക്കെ ഒരുപാട് ഡോളർ അക്യുമുലേറ്റ് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് നിക്സന്റെ കാലത്ത് വിചാരിച്ചു ഇവരെല്ലാം പെട്ടെന്ന് സ്വർണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് കൊടുക്കും? ഫോർട്ട് നോക്സിൽ അവർ വെച്ച എല്ലാ സ്വർണം കൊടുത്താലും തികയില്ല, അതിനേക്കാൾ ഡോളറുണ്ട്. അപ്പോൾ പറഞ്ഞു ഇനി ഈ പണി നടക്കില്ല, ഞങ്ങൾ ഈ ഡോളറും ഈ സ്വർണവുമായിട്ടുള്ള ബന്ധം ഡൈവോഴ്സ്. അങ്ങനെ ഡൈവോഴ്സ് വന്നപ്പോൾ പിന്നെ ഈ രാജ്യങ്ങൾക്കുള്ള ഒരു ഇതെന്തായി, എന്ത് ചെയ്യണം ഈ ഡോളറിനെ? ഈ ഡോളർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കച്ചവടം നടത്താം, ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ ഉറപ്പില്ല അതിൽ. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഗോൾഡ് ലിങ്ക്ഡ് എന്ന് വന്നു. അങ്ങനെ വന്നപ്പോൾ മറ്റ് കറൻസികളൊന്നും ഇത്രയും ശക്തമായി ഇല്ലാത്തതുകൊണ്ട് അമേരിക്കയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയതുകൊണ്ടും ഏറ്റവും വലിയ മിലിറ്ററി ശക്തി ആയതുകൊണ്ടും ഡോളറിനെ അങ്ങ് ഏറ്റെടുത്തു മറ്റു രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ പുറത്ത്. സോ ഡോളർ ഗോട്ട് എ പൊസിഷൻ ഓൺ ഇറ്റ്സ് ഓൺ. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ കൂടുതലായിട്ട് രംഗത്ത് വരുന്നത്. കാരണം ഇതെല്ലാം ഇടപാടുകളിൽ കൂടി വരുന്ന പണമാണല്ലോ. ബാങ്കുകൾ വലുതാവാൻ തുടങ്ങി. ഗോൾഡ്മാൻ സാക്സും അതുമാതിരി മോർഗൻ സ്റ്റാൻലിയും സ്റ്റാൻഡേർഡ് ചാർട്ടേഡും അതുമാതിരിയുള്ള വലിയ വലിയ ഭീമാകാരമായിട്ടുള്ള ഫൈനാൻസ് ക്യാപിറ്റൽ വന്നു. അപ്പോൾ ഇവർക്കൊക്കെയുള്ള ഈ കിട്ടുന്ന ലാഭം, ഡോളർ സർപ്ലസ് എന്ത് ചെയ്യണം? അപ്പോൾ ഈ വികസ്വര രാജ്യങ്ങൾക്ക് കൊടുക്കാം. വികസ്വര രാജ്യങ്ങൾക്ക് കൊടുത്താൽ അവരുടെ ഡെവലപ്മെൻറ്റ് ആവശ്യത്തിന് വരും. പക്ഷെ വെറുതെ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കുറേയൊക്കെ യൂറോപ്പിന് യുദ്ധാനന്തരകാലം മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞ് കൊടുത്തു. അത് അവരുടെ ആൾക്കാരായതുകൊണ്ടാണ്, സ്വന്തക്കാരായതുകൊണ്ടാണ്. അപ്പോൾ വേൾഡ് ബാങ്കിലും ഈ വേൾഡ് ബാങ്കും IMF ഒക്കെ എങ്ങനെയാണ് പണം സമാഹരിക്കുന്നത്? ഇറ്റ്സ് ഫ്രം ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫ് അമേരിക്ക ആൻഡ് യൂറോപ്പ്. അവരുടെ സർപ്ലസ് ഇവർ പിന്നെ വേൾഡ് ബാങ്കും IMF-ഉം കടമായിട്ട് മേടിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. അപ്പോൾ അവർക്കത് വളരെ സുരക്ഷിതമായി. വേറെ എവിടെയും പോയി കടം വേണോ വേണ്ടേ എന്ന് പറഞ്ഞിങ്ങനെ നടക്കണ്ട, ഒറ്റയടിക്ക് കൊടുത്താൽ മതി. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള പൊളിറ്റിക്കൽ അധികാരവും അമേരിക്കയ്ക്കാണ്. കാരണം വോട്ടിംഗ് ഷെയർ അവർക്കാണ് കൂടുതൽ. യൂറോപ്പും അമേരിക്കയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 70% വോട്ടിംഗ് ഷെയർ വേൾഡ് ബാങ്കിലും അമേരിക്കൻ IMF-ലും അവർക്കാണ്. അതോടുകൂടി the financial capital became a major source of investable funds for the rest of the world. അപ്പോൾ ഈ IMF-ഉം വേൾഡ് ബാങ്കും അത് താച്ചറുടെയും ട്രീഗൻ്റെയും ആ പൊളിറ്റിക്കൽ ഇതുകൊണ്ട് കണ്ടീഷണലായിട്ടേ ഇനി കൊടുക്കുള്ളൂ, ഈ ലോൺ കൊടുക്കുള്ളൂ. അപ്പോൾ എന്താ കണ്ടീഷൻ? നിങ്ങളുടെ എക്കോണമിയെ കുറേ കൂടെ തുറന്നു വിടണം, പാശ്ചാത്യ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വരാനുള്ള സൗകര്യം ഒരുക്കണം, ഞങ്ങളുടെ ക്യാപിറ്റലിന് സുരക്ഷിതമായിട്ട് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പം നിങ്ങളുടെ നിയമങ്ങൾ മാറ്റണം, ടാക്സേഷൻ കുറയ്ക്കണം. ഇതാണ് ഉദാരവൽക്കരണത്തിൻ്റെ രത്നച്ചുരുക്കം. ഇത് വന്നതോടുകൂടി വളരെയധികം പിന്നോക്കം നിന്നിരുന്ന പലരും നിവൃത്തിയില്ലാതെ ഈ കടങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പം നേരത്തെ നോൺ അലൈൻമെൻറ്റ്, സെൽഫ് റിലയൻസ്, പിന്നെ സോഷ്യലിസ്റ്റ് മാതൃകയിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കിട്ടാവുന്ന സഹായങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈജിപ്തും ഇന്ത്യയും ഇന്തോനേഷ്യയും ഘാനയും നൈജീരിയയും എന്ന് വേണ്ട മറ്റു പല രാജ്യങ്ങളും ഒരു ബാലൻസിൽ അങ്ങ് പോയിക്കൊണ്ടിരുന്നത്. ഫ്ലഷ് ഓഫ് മണി ഫ്രം ദ വെസ്റ്റേൺ ദാറ്റ് ബ്രോക്ക്. ആദ്യത്തെ അടി കിട്ടിയത് ഇടത് വലത് എന്നുള്ള ഈ വിഭജനത്തിന് അടി കിട്ടിയത് ദി റൈസ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനമായിട്ട് പിന്നീട് യൂറോപ്പിൽ എന്താ സംഭവിച്ചത്? യൂറോപ്പിൽ സോഷ്യൽ ഡെമോക്രസിക്കായിരുന്നു അവർക്ക് കൂടുതൽ അഭികാമ്യം. അവർക്ക് ക്യാപിറ്റലിസം, അവരുടെ ക്യാപിറ്റലിസം കൊളോണിയലിസത്തിലൂടെയും അല്ലാതെ അവരുടേതായിട്ടുള്ള ശാസ്ത്ര വിപ്ലവം, ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിലൂടെയും രണ്ടും ഒരുമിച്ചുള്ളതാണ്. കാരണം റിസോഴ്സ് വരുന്നത് ഇവിടെ നിന്നാണല്ലോ. അതിൻ്റെ ഇതാണ് ഉണ്ടായത്. പക്ഷെ ഡെമോക്രസിയാണ് അവരുടെയൊക്കെ. അപ്പോൾ ഡെമോക്രസിയിൽ ഒരു കൺസെൻസസ് വേണം. അപ്പോൾ കൺസെൻസസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോസ്റ്റ് വാർ ഡെവലപ്മെൻറ്റിൽ ജനങ്ങളുടെ ഈ ഹിറ്റ്ലറുടെ തോൽപ്പിച്ചതിൻ്റെ ഇത് ഇനി പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു മോഡലും അവിടെയുണ്ട്. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വെൽഫെയർ പോളിസീസ് വേണം,
സോ ദ ബ്രോട്ട് ഇൻ വെൽഫെയർ പോളിസീസ്. അങ്ങനെയാണ് ഈ NHS, നാഷണൽ ഹെൽത്ത് സിസ്റ്റം, ബ്രിട്ടനിൽ ബെവറേജ് കമ്മീഷൻ എന്ന് പറയും. അങ്ങനെയുള്ള പല, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്രിട്ടനേക്കാൾ കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയനും മറ്റ് കോണ്ടിനെൻ്റൽ യൂറോപ്യൻ രാജ്യങ്ങളും. അപ്പോൾ അതിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് വേണമെന്ന് അവരുടെ യൂണിയനും അംഗീകരിച്ചു, ഗവൺമെൻറ്റും അംഗീകരിച്ചു. ക്യാപിറ്റലിന് അതാണ് വേണ്ടത്, കാരണം പ്രൊഡക്ടിവിറ്റി കൂട്ടണം, എന്നാലേ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. ഇൻ റിട്ടേൺ the state gave an undertaking to the trade unions that we will take care of social welfare, education, old age, child care, subsidized health service, അങ്ങനെ പല കാര്യങ്ങളും. ഇതിനെയാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിൽ എ സോഷ്യൽ കോൺട്രാക്ട് ഓൺ ഹൗ ടു കണ്ടക്ട് the government policies. It is in favor of capitalism, in favor of technological development, productivity. At the same time, a part of it will be spent on welfare of the people. അവിടുത്തെ തൊഴിലാളികൾക്ക് അത് വളരെ ഇഷ്ടമായിരുന്നു. അവർ ഇൻ്റർനാഷണൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല, അതെല്ലാം പേപ്പറിൽ തന്നെയായിരുന്നു. രണ്ടാമത്തെ ബ്ലോ. മൂന്നാമത്തെ ഇത് വന്ന സമയത്ത് ഈ ഗവൺമെൻറ്റുകൾക്ക് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് മോർ സസെപ്റ്റബിൾ ടു ബബിൾസ്. അങ്ങനെയാണ് 97 ക്രൈസിസ് വരുന്നത്. 2008 ഏറ്റവും വലിയ ഗോൾഡ്മാൻ സാക്സ് ഒക്കെ ഒരു ദിവസം കൊണ്ട് പൊളിഞ്ഞു പോകുന്നു. പിന്നെ ഒബാമ പറഞ്ഞ് നേരത്തെ ട്രഷറിയിൽ നിന്ന് പൈസ കൊടുത്ത് പമ്പ് ചെയ്തിട്ടാണ് അവർ രക്ഷിച്ചത്. ദേ ഹാഡ് നോ, അന്ന് ക്യാപിറ്റലിസം ഒന്നും അവർ ആലോചിച്ചതേ ഇല്ല. സോ അവരുടെ സ്വന്തം കാല് പൊള്ളുന്ന സമയത്ത് ദേ വാണ്ടഡ് ദ സ്റ്റേറ്റ് ടു ഹെൽപ്പ് ദം, നോട്ട് എനി അതർ ക്യാപിറ്റൽ ടു ഹെൽപ്പ് ദം എന്നുള്ളത്. അങ്ങനെ വന്ന സമയത്ത് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ അമേരിക്കൻ മോഡൽ പിന്തുടരാൻ നിർബന്ധിതരായി. ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന് വന്നു, ഡെഫിസിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞു, വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ. ഇത് ഏറ്റവും കൂടുതൽ ഒരു നിർദ്ദയമായിട്ട് ചെയ്തത് മാർഗരറ്റ് താച്ചറാണ്. ഫ്രാൻസൊക്കെ കുറേയൊക്കെ പിടിച്ചു നിന്നെങ്കിലും അവരും കുറേ കഴിഞ്ഞപ്പോൾ അവരും ഇതായി, ജർമ്മനി ഇതായി. ഇപ്പോഴും അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഒരു അടിത്തറയുണ്ട്, പക്ഷെ അന്നത്തെ ആ ഒരു പ്രതാപം ഇന്ന് ഇല്ല. അപ്പോൾ അവിടുത്തെ ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റ്സും വളരെ അവർക്കത് അംഗീകരിക്കേണ്ടി വന്നു. അവർ തളർന്നു. ഇന്നിപ്പോൾ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥലത്തില്ല, ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥലത്തില്ല, പിന്നെ പോർച്ചുഗലിലും സ്കെയിലും സ്വല്പം പേരിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് ഈ സോഷ്യൽ ഡെമോക്രസിയിൽ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി വെസ്റ്റേൺ ക്യാപിറ്റലിസത്തിനുണ്ട്. ദാറ്റ് ഹാസ് അഫക്റ്റഡ് us also, and that was precipitated by the collapse of Soviet Union and the transformation of China from a Maoist socialism to Deng Xiaoping capitalism, with Communist Party as the main agent of the state. അവിടെ സ്റ്റേറ്റും പാർട്ടിയും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ടാണ് നേരത്തെ ജയചന്ദ്രൻ പറഞ്ഞെങ്കിലും ഇൻ പ്രാക്ടീസ് അത് അന്യമാക്കി. മാർക്സ് ഒരിക്കലും ഡെമോക്രാസിക്കോ അല്ലെങ്കിൽ ഫ്രീ ഡിസ്കഷനോ എതിരായിരുന്നില്ല. അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, എങ്ങനെയായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. ഇറ്റ് വാസ് ലെനിനിസം. ലെനിനാണ് കാരണം മറ്റു രാജ്യങ്ങളെല്ലാം അവർക്കെതിരായതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സോഷ്യലിസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്നുള്ളതിന്. അപ്പോൾ ദി ബൂർഷ്വാ റെവല്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ പീപ്പിൾസ് എന്താ പറയുക, വർക്കേഴ്സ് റെവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ബി ദി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലറ്റേറിയറ്റ്. അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലറ്റേറിയറ്റ് എന്നാണ് പറഞ്ഞത്. ഡെമോക്രാറ്റിക് ഹെജിമണി ഓഫ് ദ പ്രോലറ്റേറിയറ്റ് എന്ന് പറഞ്ഞതാണെങ്കിൽ കുറച്ചുകൂടി സമാധാനം നമുക്ക് ഉണ്ടാവുമായിരുന്നു. റിയലി വാക്ക് ഉപയോഗിക്കുന്നത് ഡിക്റ്റേറ്റർഷിപ്പാണ്. വെൻ യു ഹാവ് എ ദൈവത്തിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ് വന്നാലും പേടിക്കണം. എല്ലാം അറിയുന്ന ആളാണെങ്കിലും എല്ലാം നല്ലതേ ചെയ്യൂ എന്നാണ് നമ്മുടെ സങ്കല്പമെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പായ മോശം. ഒന്ന് കൺസൾട്ട് ചെയ്ത് നമുക്ക് അന്യോന്യമാണ്. സോ ദ ലെഫ്റ്റ് റിസീവ്ഡ് എ സീരീസ് ഓഫ് സെറ്റ്ബാക്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഇൻ ടൈം. ഇന്ത്യയിൽ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് എൻ്റെ അഭിപ്രായത്തിൽ, അത് എത്ര പേര് അംഗീകരിക്കുമെന്നറിയില്ല, ബിക്കോസ് നെഹ്റുവിയൻ ഡെമോക്രസി വാസ് സ്ട്രോങ് ഹിയർ. ആൻഡ് ദാറ്റ് ഈസ് ദ ഫാർ സൈറ്റഡ് വിഷൻ ഓഫ് നെഹ്റു. ഐ എം എ അൺഅബേസ്ഡ് നെഹ്റുവിയൻ, റാഡിക്കൽ നെഹ്റുവിയൻ. കാരണം ഹീ കോൺഷ്യസ്ലി, ഹീ എന്ന് പറഞ്ഞാൽ നെഹ്റു അന്നത്തെ ലീഡർഷിപ്പ് ഇൻക്ലൂഡിങ് അംബേദ്കർ ഒരിക്കലും ഒരു വൺ പാർട്ടി സ്റ്റേറ്റിന് അനുകൂലമായിരുന്നു. ഇൻഫാക്ട് ഹി വാസ് അഗൻസ്റ്റ് ഇറ്റ്. അതൊരു വലിയൊരു മെച്ചമായിട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഹി ഹാഡ് ഈ സസ്പീഷ്യൻസ്. അങ്ങേരെ കൺസേൺ മുഴുവൻ ഹൗ ടു ലിബറേറ്റ് ദി ക്ലാസസ് വിച്ച് വർ സപ്രസ്ഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ആ ഒരു സോഷ്യൽ അജണ്ടയായിരുന്നു അദ്ദേഹത്തിന്. ബട്ട് ഹി ബിലീവ്ഡ് ഇൻ ലിബറൽ ഡെമോക്രസി.
അപ്പം ലിബറൽ ഡെമോക്രസി വേണമെന്ന് ബാധിച്ച ആളാണ് അദ്ദേഹവും. മറ്റ് ഗാന്ധിജിയും ഡെമോക്രസിക്ക് അനുകൂലമായിട്ടുള്ള ആളായിരുന്നു. ഒരു വൺ പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പിന് ഗാന്ധിജിയെ ഉദ്ധരിക്കാൻ നമുക്ക് പറ്റില്ല. And Nehru was more modern in the sense he thought, and rightly so in my view, the Western institutions of democracy is far more stronger than നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു പഞ്ചായത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. You need more formal rules of the game. That's why you need a constitution. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ആയിട്ട് ഇന്ത്യയെ മാറ്റിയെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും നിന്ന് വഴയ്ക്കാൻ സാധിച്ചത്. പക്ഷെ അതിന് മുതലെടുക്കാൻ വലതുപക്ഷത്തിന് വളരെയധികം സഹായം ഇൻ്റർനാഷണൽ ലെവലും അവരുടെ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു കുഴപ്പം മലയാളികളുടെ, നമ്മൾ വിചാരിക്കുന്നത് കേരളമാണ് ഈ ലോകം എന്നുള്ളത്. ഒരു കിണറ്റിലെ തവളകളാണ് നമ്മൾ. എന്ത് പറഞ്ഞാലും കേരളം എങ്ങനെ ചിന്തിക്കുന്നു, കേരളത്തിൽ നമ്മുടെ വലതുപക്ഷത്തിൻ്റെ വൈ ഡോണ്ട് യു ജസ്റ്റ് ഓപ്പൺ അപ്പ്? കുറച്ച് വളയാർന്ന് മുന്നോട്ട് പോവോ? കുറച്ച് കന്യാകുമാരിയിലും പിന്നെ അങ്ങോട്ടും കർണാടകയും ബീഹാറിലും യു തിങ്ക് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ നേഷൻ ഇന്ത്യ ആസ് എ ഹോൾ ആൻഡ് ദെൻ പ്ലേസ് യുവർ സെൽഫ് വെർ ആർ യു. അപ്പം നിങ്ങളൊരു കുറച്ചു കാലമെങ്കിലും യു കുഡ് ഗിവ് എ social democratic alternative. കേരള മോഡൽ ഈസ് എ സോഷ്യൽ ഡെമോക്രാറ്റിക് ആൾട്ടർനേറ്റീവ്. സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗത ഇടതുപക്ഷത്തിന് പുച്ഛമാണ്. പക്ഷേ അവരുടെ തന്നെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള പാട്രിക് ഹെല്ലർ ഇവിടെ 1.5 കൊല്ലം CDS താമസിച്ചിട്ട് PhD ചെയ്ത്. ആൻഡ് ഐ വാസ് വൺ ഓഫ് ഹിസ് ഇൻഫോർമൽ അഡ്വൈസേഴ്സ്. അയാൾ എഴുതി വെച്ചിരിക്കുന്നത് കേരളത്തിൽ CPM നടത്തുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് ഗവേണൻസ് ആണെന്നാണ്. വിച്ച് ഇസ് ട്രൂ. ഇൻ പ്രാക്ടീസ് ദേ ആർ സോഷ്യൽ ഡെമോക്രാറ്റ്സ്. അത് പറഞ്ഞാൽ പോരെ? അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ വന്നിട്ട് വലത് ഇടത് എന്ന വിഭജനത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് ഒരുപാട് ക്ഷയം സംഭവിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ നല്ലൊരു അഭിപ്രായം ഒരു പാവപ്പെട്ട സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞ ആശാ വർക്കേഴ്സിന് എന്തുകൊണ്ടാണ് സാധാരണ പുരുഷ തൊഴിലാളികളെ മാതിരി മിനിമമെങ്കിലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വലതുപക്ഷമായി. കാരണം അത് സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിച്ചും താങ്കൾ അവിടെ പോയി പറയണമെന്ന്. ദാറ്റ്സ് നോട്ട് എ വേ ടു റിയാക്ട് അല്ലേ? അപ്പോൾ അതിനേക്കാൾ അപ്പോൾ ഞാൻ എൻ്റെ സമാധാനത്തിന് എന്താ ചെയ്യുക? വലതെന്നും പറയാൻ പറ്റില്ല, ഇടതെന്നും പറയാൻ പറ്റില്ല, ഇൻ ദി ട്രഡീഷണൽ വേ. പക്ഷേ ബേസിക് വാല്യൂസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ആർട്ടിഫിഷ്യൽ ഡിവിഷൻ ദാറ്റ് ഹാവ് കം അബൌട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതിൻ്റേതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് ദാറ്റ് വി ഷുഡ് റെക്കഗ്നൈസ്, understand and even respect. But we should also know, ഒരു മരം കരിഞ്ഞു പോകുന്നു എന്ന് കാണുന്ന സമയത്ത് you should also know it is no longer useful. Now basic values, that's why I am much more closer in my thinking and admiration to the philosophy of Amartya Sen and his school of thought. What is the basic value? Basic value is freedom as development, human capability, rooted in ethical governance. So ethics, the sense of fairness, trust, sincerity, commitment, these are basic values. ഇല്ലേ? അതിന് നിങ്ങൾ ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ, മറ്റവർക്കില്ല, അത് ഏറ്റക്കുറച്ചിലുകളുള്ളതാണ്. So you use these basic values to evaluate and critique public policy. The entire your value system changes. You think make money by any means, it's okay. പക്ഷെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ നല്ല സത്യസന്ധന്മാരായിരിക്കണം, ചണ്ട കൂടാൻ പാടില്ല, സുഹൃത്തുക്കളായിട്ട് നല്ല രമ്യത്തിൽ പോകണം. സോ വി ആർ ഡബിൾ സ്പീക്ക് ആൻഡ് ഡബിൾ പ്രാക്ടീസ് എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഹൗ ടു മൂവ് ടുവേർഡ്സ് എ സിസ്റ്റം ഓഫ് ബേസിക് preservation of basic values and questioning governance and public life on the basis of fundamental values. That's why I like the whole notion of freedom as development. Development എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാസത്തിൽ ₹100 പെൻഷൻ തരുന്നതും അല്ലെങ്കിൽ PDHൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ റേഷൻ കടയിൽ 5 കിലോ ആണോ 6.5 കിലോ ആണോ എന്ന് തരുന്നത് നോക്കിയിട്ട് മാത്രമല്ല. ദാറ്റ് ആർ നെസസറി തിങ്സ്, മെറ്റീരിയൽ ഗുഡ്സ്, access to material. But access to material goods come when you have entitlement. And the entitlement comes in a modern society due to political entitlement. അതിന് ഡെമോക്രസി ആവശ്യമാണ്. പിന്നെ ഹൗ ഡു യു ഫങ്ഷൻ ആസ് എ സിസ്റ്റം? ഗവൺമെൻറ് സിസ്റ്റം എല്ലാം കറപ്ഷൻ ആണെങ്കിൽ എങ്ങനെ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവും? ഹൗ ഡു ഐ ട്രസ്റ്റ്
a system where I know there is so much of weakness, so much of corruption, so much of rent seeking, പങ്കുപറ്റ സംസ്കാരമാണ് അവിടെ പ്രധാനം. അത് എൻ്റെ കാര്യം നടക്കാൻ ഞാൻ വല്ലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നില്ല. I think a return to fundamental values is the biggest challenge. You can call it left if you like it. You can call it progressive if you like. Or you can call it liberal. Classical liberalism is, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ, കാരണം നെഹ്റു ഈസ് ഗെറ്റിംഗ് എ ന്യൂ ലൈഫ്. അന്ന് അദ്ദേഹത്തെ ബൂർഷ്വാ ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക്. നോട്ട് ദാറ്റ് ഐ എം നോട്ട് സെയിങ് നെഹ്റു ഷുഡ് നോട്ട് ബി ക്രിറ്റിസൈസ്, ഹി ഷുഡ് ബി ക്രിട്ടീക്ഡ്. ക്രിറ്റിസിസും ക്രിട്ടീക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. സോ വി നീഡ് ടു പ്രാക്ടീസ് ദാറ്റ് കൈൻഡ് ഓഫ് ആർഗ്യുമെന്റേഷൻ. അതിന് അമർത്യസെന്നെ മാതിരിയുള്ള ഒരു റീസൺഡ് ആർഗ്യുമെന്റേഷൻ. ആൻഡ് വാട്ട് എവർ ന്യായമാണോ അന്യായമാണോ ഒന്ന് ചെയ്യുന്നതെന്നുള്ളത് ജനങ്ങൾക്ക് തോന്നണം ഇതൊരു ഫെയർ ആണ്. സോ ജസ്റ്റിസ് ആസ് ഫെയർനെസ്. ഹൈക്കോടതിയിൽ പോയിട്ട് കിട്ടുന്ന ആ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് ആവശ്യമാണ്. കാരണം ബിക്കോസ് യു നീഡ് എ ലോ. പക്ഷെ അതിൽ ചിലപ്പോൾ ഫെയർനെസ് കാണില്ല. ആൻഡ് ദെൻ യു ഷുഡ് ബി ഏബിൾ ടു ക്വസ്റ്റ്യൻ ദാറ്റ്. സോ നമ്മൾ കേരളം എന്ന് പറഞ്ഞിട്ട് ഇടത് കേരളം വലത് അയ്യോ ഭയങ്കര ഐ തിങ്ക് വി ഷുഡ് ട്രാൻസെൻഡ് ദാറ്റ് ഇൻ എ മോർ ഫണ്ടമെന്റൽ വേ. ആൻഡ് ദെർഫോർ ഇന്ന് നടക്കുന്ന സംവാദങ്ങൾ ഒരു എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു തിങ്ക്. although they were in the so-called left camp, some were party workers, some were sympathizers, some were supporters, that's fine. And there were others who were, say for example, old traditional and achanammamarade kalathe, they were Congress people, but they were not RSS type right wingers. They practiced their religious things as a matter of private affair. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞിട്ട് സൈക്കിളിൽ മുസ്ലിം മത്സ്യം വിൽക്കാൻ വരുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ആ മത്സ്യം വാങ്ങും. So the interaction was there, mutual respect was there, and we lived for centuries in a cohabitation way. പിന്നെ ഈ കടൽ തീരം കാത്തു സൂക്ഷിച്ചത് നേവൽ പടയാളികൾ ഇന്നത്തെ ഭാഷയിൽ പറയാമെങ്കിൽ മുസ്ലിംസ് ആയിരുന്നല്ലോ. ബിക്കോസ് ദേ വർ ദ വൺസ് ഹൂ വർ ഡീലിംഗ് വിത്ത് ദ സീ. കച്ചവടത്തിനായിട്ട് അറബായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ളത്. അതിൽ നിന്നാണ് ആ ഒരു കപ്പലുണ്ടാക്കാനും അതൊക്കെ ഒരു ഇത് വന്നത്. സോ he completely trusted them. He had no problem whether their faith is different from his faith. അങ്ങേരെ അമ്പലത്തിൽ പോവും, അമ്മ പറയണമാതിരി ചന്ദനക്കുറിയൊക്കെ എടുത്തിടും. But he is dealing with Marakar. And there was no problem. Same with the Christianity came in a very peaceful way through merchandise, through trade. So we have a different ഈ ഒരുമിച്ച് സഹവർത്തിത്വം എന്നുള്ളത് part of our existence for a long time. അതിന് ത്രെട്ടായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് അതിനെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷം, അതിലുള്ള ഭീതിയാണ് നമ്മളെ കൂടുതൽ വ്യാകുലപ്പെടുത്തുന്നത് എന്നുള്ളത്. അതിപ്പോൾ കോൺഗ്രസ് വലതെന്ന് ഞാൻ പറയില്ല, പലരും പറയും വലതന്മാരെന്ന്. ദേ ആർ സെൻട്രിസ്റ്റ്. ബട്ട് ഇഫ് ദേ വർ ജെന്യൂയിൻ നെഹ്റുയിസ്, ഐ വുഡ് പ്രിഫർ ദാറ്റ് കൈൻഡ് ഓഫ് ലെഫ്റ്റിസം. ബിക്കോസ് അവിടെ ഒരു കമ്മിറ്റഡ് പട്ടാളമില്ല, കാഡറില്ല. കാഡർ ഈസ് ഓർഗനൈസേഷനലി കുഡ് ബി എഫിഷ്യൻറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ഡേഞ്ചറസ് ഇൻ എ സൊസൈറ്റി ബിക്കോസ് യു പോളറൈസ് പീപ്പിൾ. യു ഹാവ് ടു ഹെഗമനൈസ് എവറി അസോസിയേഷൻ. അത് കലാകാരന്മാരുടെ ആയാലും ശരി, എഴുത്തുകാരുടെ ആയാലും ശരി, പിന്നെ എന്താണ് കുട്ടികളുടെ സംഘടന ആയാലും ശരി, സ്ത്രീകളുടെ സംഘടന ആയാലും ശരി, എല്ലാം നമ്മൾ പാർട്ടിയുടെ ഇതായിട്ടിരിക്കണം. അപ്പം മറ്റു പാർട്ടികൾ അവർക്കും അതുമാതിരി സ്ത്രീകളുടെ സംഘടന, കുട്ടികളുടെ സംഘടന, കലാകാരന്മാരുടെ സംഘടന. യു ഗെറ്റ് സെഗ്മെന്റൈസ്ഡ് ഫോർ റീസൺസ് വിച്ച് ആർ നോട്ട് അറ്റ് ഓൾ ജസ്റ്റിഫയബിൾ. കലയ്ക്കും കൾച്ചറിനും ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന സംഘടനകൾ, എതിർക്കുന്ന സംഘടനകൾ, എന്തിനാണ് അതിൻ്റെ ആവശ്യം? യു ലീവ് ദം ഫ്രീ ആൻഡ് ലെറ്റ് ദം പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് ആസ് ദേ ചൂസ്. അതല്ലേ വേണ്ടേ? സോ വി ആർ ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട്. നമ്മൾ ഈ വെറുതെ നിങ്ങൾ ഈ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമിക്കരുത്. വി ആർ ഇൻ എ ലാർജർ സ്പേസ് ഓഫ് ഇന്ത്യ. യു ക്യാൻ ഈസിലി വാക്ക് ഔട്ട് ഓഫ് ദിസ് പ്ലേസ് ആൻഡ് ഗോ ടു തമിഴ്നാടു ഓർ ബോംബെ ആൻഡ് ഹാവ് യുവർ വർക്ക്. നോബഡി വിൽ പ്രിവെൻറ്റ് യു. സോ യു ഹാവ് എൻ ഓപ്ഷൻ, എക്സിറ്റ് ഓപ്ഷൻ. ആ എക്സിറ്റ് ഓപ്ഷനാണ് പല ആൾക്കാരും ഗൾഫിലും മദ്രാസിലും ബോംബെയിലും കൽക്കത്തയിലും ഡൽഹിയിലും ജബൽപൂരിലും ഒക്കെ പോയി ഇരിക്കുന്നതിൻ്റെ എക്സിറ്റ് ഓപ്ഷനാണ്. So then if you don't take that, the larger space, ഇനിയിപ്പോൾ നമുക്കുള്ള പ്രശ്നം ഗൾഫിനെയും കൂടെ കണക്കാക്കണം. Because you have extended your space of mobility to the Gulf also.
അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. പണവും വരുന്നുണ്ട്, മറ്റ് ഡേഞ്ചറസ് ഐഡിയാസും വരുന്നുണ്ട്. ഈ കോൺക്രീറ്റ് ബിൽഡിങ്സ് ആണ് വികസനം, ദുബായ് മോഡലാണ് വികസനം. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഗവൺമെൻറ്റിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും പ്രോ കോർപ്പറേറ്റ് ഇഷ്യൂ. ദേ ഹാവ് മെയ്ഡ് എ കോംപ്രമൈസ്. അതല്ലേ ദാവോസിൽ പോയിട്ട് 1.5 ലക്ഷം കോടിയുടെ ഒപ്പിട്ടു എന്നാണ്. ഒപ്പിടാൻ എത്ര വേണമെങ്കിലും 10 ലക്ഷം കോടിക്ക് ഒപ്പിടാം. ആ ഒപ്പിടാണ്ടായല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ദാറ്റ്സ് നോട്ട് എ വേ ടു ഡെവലപ്പ് എൻ എക്കോണമി എന്നുള്ളത്. നമ്മൾ നെഹ്റുവിയൻ രീതിയിലേക്ക് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ അജണ്ടയെ കൊണ്ടുപോകുക എന്ന് പറയുന്നതിൽ അത് പിന്നെ വളരെ സാധാരണമാണ്. അല്ല, അത് വേണ്ടി വരും. എന്നാൽ അതിനോടൊപ്പം അതിന് ഒരു രാഷ്ട്രീയ സമ്പദ്ഘടനാപരമായ ഒരു ചട്ടക്കൂടില്ലെങ്കിൽ അത് നിലനിൽക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഒന്ന്, ധാർമ്മികമായ മൂല്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയ പ്രവർത്തകരുടെ ജീർണതകൾ, ഇത് ധാർമ്മിക പ്രഭാഷണം കൊണ്ടോ സദാചാര ക്ലാസ്സുകൾ കൊണ്ടോ പാർട്ടി ക്ലാസ്സുകൾ കൊണ്ടോ യോഗങ്ങൾ കൊണ്ടോ നികത്താൻ കഴിയുന്നതല്ല. ഇപ്പോൾ നല്ല നിലയിൽ കമ്മ്യൂണിസ്റ്റ് ഗുണഗണങ്ങളോടുകൂടി അല്ലെ ഗാന്ധിയൻ ഗുണഗണങ്ങളോടുകൂടി ജീവിച്ചിരുന്ന ആൾക്കാരും മാറിപ്പോകുന്നുണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ എക്കോസിസ്റ്റം, രാഷ്ട്രീയ സാമൂഹിക ആവാസ വ്യവസ്ഥ എന്തെന്നുള്ള പ്രശ്നമാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയ പ്രവർത്തകരെ ജീർണതയിലേക്ക് തള്ളിവിട്ട ഒന്നാണ് ഈ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം. അത് ഒരു നിയോലിബറൽ പ്രശ്നമാണ്. സത്യത്തിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തൊഴിലാളിയും കർഷകരെയും ചൂഷണം ചെയ്ത് മാത്രം നിൽക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു കണക്കിന് കൂടുതൽ പ്രകൃതിയെ ചൂഷണം. പിന്നെ ഇതല്ലേ ഉള്ളൂ, വേറൊന്നുമില്ല. പണിയെടുക്കുന്നവരും പ്രകൃതിയും മാത്രമല്ലേ ചൂഷണം ചെയ്യാനുള്ളൂ. പ്രകൃതിയെ കൂടുതൽ ചൂഷണം ചെയ്തു, ആഗോളമയത്തിനെ കൂടുതൽ ചൂഷണം ചെയ്തു. മണ്ണാകാം, പാറയാകാം, ധാതുക്കളാകാം. ഇപ്പൊ പുതിയ വരാൻ പോകുന്ന കോറിഡോർ, പിന്നെ അല്ലെങ്കിൽ ബ്ലൂ ഇക്കണോമി, ഇതെല്ലാം ഈ ഒരു പ്രതിഭാസമുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ലോക്കലായിട്ട് എങ്ങനെയാണ് ആൾക്കാർ അഴിമതിയിലേക്കോ, അഴിമതി എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ജനാധിപത്യ വിരുദ്ധത വരും, അഴിമതി എത്തുമ്പോൾ സാംസ്കാരിക ജീർണത വരും, അഴിമതി എത്തുമ്പോൾ രാഷ്ട്രീയമായ ഡിക്ലൈനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു അഴിമതി രൂപപ്പെടുന്ന എങ്ങനെ താഴെ തട്ടിൽ? അതിപ്പോൾ മണൽ കൊണ്ടുപോകുന്നതിനെ കടത്തുന്നത്, പാറ പൊട്ടിക്കുന്നതിന് ഇടയാളായിട്ട് നിൽക്കുന്നത്, വലിയ തോതിലെ ബിസിനസ്സുകളുടെ ഇടയാളായിട്ട് നിൽക്കുന്നു, ഭൂമി കൈമാറ്റത്തിൻ്റെ ഇടയാളായി വരുന്നത്. ഉയർന്ന തട്ടിലേക്ക് പോയി കഴിയുമ്പോൾ പുതിയൊരു വികസന രീതികൾ, അതിൻ്റെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ, പുതിയ ചില വികസന രീതികൾ പല നിലകളിൽ ഇത്തരം ചിലത് തുറന്നിടുന്നുണ്ട്. ഇപ്പം മുകളിലേക്ക് പോകുമ്പോൾ കൺസൾട്ടൻസികൾ വരാം, പല നിലകളിൽ വരാം. ഇപ്പം കണ്ടില്ല, പല പ്രോജക്റ്റുകളുടെയും കോസ്റ്റ് വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്യപ്പെട്ടാണ് നിൽക്കുന്നത്. അതൊരു പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒന്നുമില്ല. ഇപ്പം നാഷണൽ ഹൈവേയിലും അങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതിനൊരു യുക്തിയൊന്നുമില്ല പലതും നോക്കുമ്പോഴും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലതും പരിശോധിച്ചാൽ, പൊതുമേഖലകളുടെയൊക്കെ അവർ നടക്കുന്ന വർക്കുകളും മറ്റും പരിശോധിച്ചു കഴിഞ്ഞാൽ യുക്തിരഹിതമായ നിലയിൽ ഉയർന്ന കോസ്റ്റിനൊക്കെയാണ് പല പ്രോജക്റ്റുകളും നടന്നു പോകുന്നത്. അപ്പോൾ അതെല്ലാം വലിയ തോതിൽ ഇതിന് താഴെ തൊട്ട് മുകളിലത്തെ നില വരെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇത് പരിഹരിക്കാൻ, ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്? ഈ ആവാസവ്യവസ്ഥയിൽ മാറണം. ഈ ആവാസവ്യവസ്ഥയിൽ നമുക്ക് ഇനി ഇവിടെ പാറ പൊട്ടിക്കണ്ട, നമുക്കിവിടെ മണൽ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആ വികസന അജണ്ടയെ എതിർക്കണം, ആ വികസന അജണ്ടയെ മാറണം. ആ വികസന അജണ്ടയ്ക്കെതിരെയുള്ള ഫൈറ്റിലേക്ക് ഈ പ്രവർത്തകർ കടന്നു വരണം. ആ ഫൈറ്റിലൂടെയാണ് ഇവർ ജീവിത മൂല്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും തുറന്നു പിടിക്കുക. അല്ലാതെയുള്ള കേവലമായ നിലയിൽ ധാർമ്മിക മൂല്യങ്ങളെ തെറ്റിദ്ധരുത്തലിലൂടെയൊന്നും ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് തന്നെ നമുക്ക് ഈ നേരത്തെ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസ് അവബോധത്തിൽ, കോൺഷ്യസ്നെസ്സിൽ വരുന്ന ഇടിവിനെ കുറിച്ച് പറയുന്നത്, അത് ആവാസവ്യവസ്ഥയുടെ പ്രശ്നമുണ്ട്. ഇപ്പം അന്തർദേശീയമായിട്ടും ദേശീയമായിട്ടും എല്ലാം ലേബർ ഫ്ലെക്സിബിലിറ്റി, ലേബറും ക്യാപിറ്റൽ നമ്മളെ കോൺഫ്ലിക്റ്റിൽ ലേബർ അങ്ങ് പ്രതിരോധത്തിലായി പോകുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു വഴിക്ക് നിൽക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും തകർച്ച. സ്ഥാപനം ഉണ്ടെങ്കിലല്ലേ മോഡേൺ തൊഴിലാളിയുള്ളൂ. ഇപ്പോൾ പ്ലാന്റേഷനിൽ തകരുന്നു, പരമ്പരാഗത വ്യവസായങ്ങളിൽ തകരുന്നു. കേരളത്തിലെ ട്രേഡ് യൂണിയൻ മേഖലകളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്ലാന്റേഷൻ. ഒരു പിന്നിൽ നിൽക്കുന്ന പോലെ ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക്, വർക്കേഴ്സ് എന്ന നിലയ്ക്ക് ഉയർന്ന രാഷ്ട്രീയാവബോധം സംഘടിത മേഖലയിൽ പ്ലാന്റേഷൻ നിലനിർത്തിയിടുന്ന എനിക്ക് നേരിട്ട് ബോധ്യമുള്ള സംഗതിയാണ്. അപ്പോൾ ഈ പ്ലാന്റേഷനിൽ സംഭവിച്ചത്, പ്ലാന്റേഷൻ തകർന്നു, പ്ലാന്റേഷൻ തകർന്നപ്പോൾ ചെതറിപ്പോയി.
ആ തകർച്ചയിൽ കേരളത്തിൻ്റെ പ്ലാന്റേഷൻ ഭൂമി ലാൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം, വരും കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരു 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 ചിട്ടപ്പെടുത്താനോ ഗൗരവത്തിൽ രാഷ്ട്രീയമായി അതിനെക്കുറിച്ച് ആലോചിക്കാനും പോയ വഴിക്ക് പോവുകയായിരുന്നു. പലയിടത്തും തൊഴിലാളികൾ കയ്യേറി അവിടെ ഇപ്പോൾ തേയിലയെങ്കിൽ തേയില അത് അവരതെടുക്കുന്നു. മറ്റും ഈ ഓഫീസുകൾ ബംഗ്ലാവുകളുടെയൊക്കെ കഴുക്കൂലൊക്കെ ഊരിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് ഒരു ലുംബനൈസേഷനാണ്, പ്ലോറിറ്റേറിയറ്റിൻ്റെ ലുംബനൈസേഷൻ പ്രക്രിയ അതിനകത്ത് നടക്കുന്നത്. ആ സമയത്ത് ട്രേഡ് യൂണിയൻ ആൻഡ് ലീഡർഷിപ്പിൽ നിന്ന് ട്രേഡ് യൂണിയൻ ബോധപൂർവമല്ല കഴിയുന്നില്ല, ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ പ്രതിസന്ധിയിൽ. ആ പോണ വഴിക്ക് അവരുടേതായ നിലയിലാണ് കുറേ കാലം ലൈഫിനെ ചിട്ടപ്പെടുത്തിയ ഒരു നിലയിലേക്ക് വന്നേ. സ്വാഭാവികമായിട്ടും ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു, അവരെ കിട്ടുന്ന സഹായങ്ങളും മറ്റ് ബാർഗെയിൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഒരു വികസന മോഡൽ പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയെ മറ്റൊരു രീതിയിൽ അവിടുത്തെ ഭൂപ്രശ്നമൊക്കെ ആയിട്ട് തട്ടിച്ചു നോക്കുന്നുണ്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അപ്പം അതിൻ്റെ തകർച്ചയോടുകൂടിയാണ് ആ മേഖലയിലെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ആയാലും തൊഴിലാളികളായാലും ഒരു മറ്റൊന്നായി മാറി. അവരുടെ വ്യവഹാര മേഖലകൾ മറ്റൊന്നായി മാറി. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ അവബോധത്തിനോ കുറവ് വരാവുന്നൊരു ഘട്ടന. ഇത് തന്നെ പരമ്പരാഗത വ്യവസായങ്ങളിൽ കയറിലും ഒക്കെയും സംഭവിക്കാം. അതിൻ്റെ തകർച്ചയാണ്. അപ്പം ആ തകർച്ചയ്ക്ക് ഒരു വശത്ത് അവരുടെ ജീവിതമാർഗം കൊടുക്കേണ്ടതുണ്ട്, മറുവശത്ത് ഈ സംവിധാനത്തെ ഒരു കൂട്ടായ സംവിധാനം എന്തായിരിക്കണം, അടുത്തത് കോപ്പറേറ്റീവ് സംവിധാനമാണോ അല്ല മറ്റതിൻ്റെ രൂപബന്ധം, ഉൽപാദന രൂപം എങ്ങനെയായിരിക്കണം, ഇതൊരു പ്രശ്നമാണ്. ഇപ്പം കാർഷിക മേഖലയുടെ പുനഃസംഘാടനത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. കാർഷിക മേഖല പിന്നോക്കം എടുക്കുന്നു. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. മറ്റ് തമിഴ്നാടുമായിട്ട് തട്ടിച്ചു പോകുന്നതിന് വളരെ കുറവാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ താല്പര്യം കാണിക്കും, അതൊക്കെ വേണം, സാങ്കേതിക വിദ്യയാണ്. പക്ഷെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദന രൂപങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, കാർഷിക ബന്ധങ്ങൾ ഏതായിരിക്കും മെച്ചം, ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ കൃഷി ചെയ്ത് ചെറുകിടക്കാർ ഇങ്ങനെ പോകുന്നു, അത്തരം ഒരു രീതിയിലേക്ക് അതിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ കൊണ്ടുപോകാനായിട്ട് കേരളത്തിന് കഴിയാതെ വരുന്നു. അങ്ങനെയാണ് കാർഷിക മേഖലയിലെ കർഷക ആധുനിക തൊഴിലാളിയാക്കുവാണല്ലോ. ഒരു പ്രോളിറ്ററൈസേഷൻ പ്രോസസ്സാണല്ലോ. അതിലൂടെ അയാളുടെ അവബോധം കൂടണം, അതോടൊപ്പം തന്നെ ആ കളക്ടിവിറ്റി വരികയും ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം കൂടെ ചേർക്കണം എന്ന് തോന്നുന്നു. ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ അത് അഡ്രസ് ചെയ്യാതെ പോകുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ എക്കോണമി ആയിട്ട് സംസാരിക്കുമ്പോൾ ഗ്ലോബലി തന്നെ ഇതൊരു വലിയ ഫാക്ടറായിട്ട് തന്നെ ചർച്ച. പക്ഷെ കേരളത്തിൽ ഈ പ്രളയം വരുന്ന സമയത്തോ അല്ലെങ്കിൽ മണ്ണിടിക്കുന്ന സമയത്തോ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ എക്കോണമി ആയിട്ട് ചേർത്ത് വെച്ചിട്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കാണുമ്പോൾ ഈ പറഞ്ഞ വികസന കാഴ്ചപ്പാട് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കേരളം ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ ജനങ്ങളെ കൂട്ടിച്ചേർന്നുകൊണ്ട് ആ ദുരന്തത്തെ ഭേദപ്പെട്ടതിൽ എഫക്റ്റീവായ നിലയിൽ നല്ല നിലയിൽ മാനേജ് ചെയ്യുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്നൊന്ന് ഒരു ദുരന്തത്തെ ഫേസ് ചെയ്യുന്ന മാർഗമുണ്ട്. എന്നാൽ ലോങ് ടൈമിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂമിയെയും ആവാസ വ്യവസ്ഥയെയും ഇത്തരം ഇനി ആവർത്തിച്ചുണ്ടാകാൻ പോകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാൻ തക്കവണ്ണം, അല്ല അതിൻ്റെ ആഘാതം കുറയ്ക്കുന്ന തരത്തിൽ ഒരു ദീർഘകാല കാഴ്ചപ്പാടോടുകൂടി ഒരു വികസന ചർച്ചകൾ അന്ന് തുടങ്ങി വെച്ചു. ഇപ്പോൾ റീബിൽഡ് കേരളയൊക്കെ അങ്ങനെ തുടങ്ങിയതാണ്. അതിന് ഒട്ടേറെ സ്വാഗതാർഹമായ കാര്യമുണ്ട്. പക്ഷേ റീബിൽഡ് കേരള നമ്മൾ അതങ്ങ് മാറ്റിവെച്ചു. ഇപ്പോൾ നമ്മൾ എന്നിട്ട് കാലാവസ്ഥയെ അതിജീവിക്കാൻ, പരിസ്ഥിതി പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മളൊരു വലിയ മാതൃകയാണെന്ന് നമ്മൾ പറയുന്നത് ദുരന്തത്തെ ഫേസ് ചെയ്യുന്നില്ല. ആ ദുരന്തത്തെ ഫേസ് ചെയ്യുന്നതും നമ്മൾ മുൻപ് പറഞ്ഞ ഒരു പതിറ്റാണ്ടുകൾ കൊണ്ട്, അത് ഇപ്പോൾ ഉണ്ടായ ഒരു വിച്ഛേദമല്ല, പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള കുടുംബശ്രീ ആട്ടെ, അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിലുള്ള ചില സംവിധാനങ്ങളും ഒക്കെ എല്ലാ തലങ്ങളിലുമുണ്ട്. ആ ഒരു കഴിവും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് നല്ല നിലയിൽ നേതൃത്വം കൊടുത്താൽ നമ്മൾ അതിനെ നേരിട്ടത്. എന്നാൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പാരിസ്ഥിതിക അവബോധത്തോടു കൂടി അതിനെ നേരിടും. നമ്മൾ ഗ്രീൻ ബഡ്ജറ്റെന്നും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. സിൽവർ ലൈൻ വന്നപ്പോഴത്തേനും നമ്മൾ പരിസ്ഥിതിക്ക് വളരെ പ്രധാനമാണ്. ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്ന സംഗതിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇത് പരിസ്ഥിതിക്ക് മെച്ചമാണ്. റോഡിൽ
പിന്നെ പുക കുറയുന്നു, അത്രത്തോളം കാർബൺ എമിഷൻസ് ട്രെയിൻ വരുമ്പോഴത്തേക്കും കുറയും. അപ്പോൾ ട്രെയിനിൻ്റെ ഊർജ്ജം ഇവിടുന്നാണ്, പിന്നെ അതിന് നിർമ്മാണത്തിന് ഉള്ള ഊർജ്ജ എമിഷൻ ഇവിടുന്നാണ്, അതിൻ്റെ ഇന്ധനം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി ഇവിടുന്നാണ്. ഇലക്ട്രിസിറ്റിയുടെ ഇന്ത്യയിലെ പ്രൊഡക്ഷനിൽ പിന്നെ കൽക്കരിയാണ് 70%. ഇത്തരം കാര്യങ്ങളിലേക്ക് പിന്നെ പോകുന്നില്ല. അങ്ങനെയല്ലായിരുന്നു കേരളം. സമഗ്രമായി ആ കാര്യങ്ങളെ അങ്ങനെ സമഗ്രമായ പരിശോധനയിലേക്ക് പോകുമ്പം ഈ പ്രോജക്റ്റിന് ഒരു തടസ്സം വരും. അപ്പൊ അതുകൊണ്ടാണ് ആ പരിശോധനയ്ക്ക് ശ്രമിക്കുന്നവര് നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം ഇതാ. അതിലൊരു മോറൽ ഹസാർഡ് ഉണ്ടായി. പ്രളയത്തിന് ശേഷമാണ് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ട് UNDP ഇവിടെ വന്ന് ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ്, ഞാൻ അതിന്റെ മെമ്പറായിരുന്നു. ഞാൻ ILOന്റെ പ്രതിനിധിയായിട്ട് വന്ന, അല്ലാണ്ട് ഇവർ വിളിച്ചിട്ടല്ല പോയത്. പക്ഷേ അത് നല്ലൊരു ടീമായിരുന്നു. 10-60 പേര് ഞങ്ങൾ പുറത്തുനിന്നുള്ള വിദഗ്ധരും, കേരള ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു 10-70 പേരും, അങ്ങനെ 120 പേര് ഒരുമിച്ച് പല ഗ്രൂപ്പുകളായി ഇരുന്ന് പ്രിപ്പയർ ചെയ്ത ബേഗർ ഡോക്യുമെന്റ്. അതിൽ കേരളത്തിൻ്റെ ഇനിയുള്ള ഭാവിയിലുള്ള വികസനത്തിന് ഒരു ഫ്രെയിം വർക്ക് അതിൽ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളം ഈസ് ആസ് എ ഹോൾ, കേരളം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഘാട്ട് തന്നെ ഈസ് എൻ ഇക്കോളജിക്കലി ഫ്രജൈൽ ഫോർമേഷൻ. അത് കാരണം ഒരു കോണി വെച്ചമാതിരി ഇങ്ങനെ 45 ഡിഗ്രിയിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ എക്സസ് റെയിൻ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 5 മണിക്കൂറിനുള്ള ആലുവയിൽ എത്തും അത്. അപ്പോൾ എനിക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടറായിട്ടുള്ള ഒരു ചെറിയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറഞ്ഞാൽ, അദ്ദേഹം ഇതിനെ യൂണിറ്റുകളായി തിരിച്ച് ഇവിടെ മാത്രം ചില പ്രൊട്ടക്ഷൻ വേണം, ഇവിടെ ഒന്നും വേണ്ട, അങ്ങനെ ഈ ഇക്കോളജിക്കൽ യൂണിറ്റായി തിരിച്ചു. എൻറ്റയർ സ്റ്റേറ്റ് ഈസ് ഫ്രജൈൽ. സോ യു നീഡ് വൺ യൂണിഫോം കോഡ് ഓൺ എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ അതിൻ്റെ പോളിറ്റിക്സ് മാറും. മറ്റേത് ഞാൻ ഇടുക്കിക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ വയനാട്ടുകാരനാണ്, അപ്പം ഞങ്ങൾക്ക് മാത്രം വേറൊരു റെസ്ട്രിക്ഷൻ, കോൺക്രീറ്റ് കെട്ടിടം പാടില്ല, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എറണാകുളത്തുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഇറ്റ്സ് ഓൾസോ പൊളിറ്റിക്കലി നോട്ട് എ ഫീസിബിൾ. പക്ഷേ അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. ദാറ്റ് ഭൂമിശാസ്ത്ര പ്രത്യേകത ഹാസ് ബീൻ ഡീബങ്ക്ഡ് ബൈ ദ ഫ്ലഡ്സ് ബിക്കോസ് ഇറ്റ് അഫക്റ്റഡ് ദ എൻറ്റയർ സ്റ്റേറ്റ്. അല്ലാണ്ട് ഇവിടെ മാത്രമുള്ള ദുരന്തം കൊണ്ടല്ല. അവിടെ വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഏറ്റവും തലപ്പുറത്ത് വന്ന എക്സസ് റെയിനും അവിടെ അത് കെട്ടി നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ആ വെള്ളം ഇടിച്ച് കയറിയതാണ്. So a fragility can be felt not only in the impact area but also subsequent areas, affected areas. എന്നുള്ളൊരു ലെസൺ നമ്മുടെ ഈ ഫ്ലഡ്സ് എക്സസ് റെയിൻ കൊണ്ട് മാത്രം നമുക്കത് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിലെ ഏറ്റവും 3-4 പ്രിൻസിപ്പിളാണ് അതിൽ പറഞ്ഞത്. അതിൽ കേരളയിലൊന്നും വരുന്നേയില്ല. കാരണം ഗതാഗതം എന്നുള്ളൊരു പ്രശ്നമായിട്ട് ആ റിപ്പോർട്ടിൽ ഈ പഠിച്ച 105 പേർക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം വി ആർ വൺ ഓഫ് ദി ഹൈ ഡെൻസിറ്റി റോഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. നാഷണൽ ആവറേജിൻ്റെ 5 ഇരട്ടിയാണ് കേരളത്തിലെ റോഡ് ഡെൻസിറ്റി. ആൻഡ് വി ഹാവ് എ റീസണബിൾ സിസ്റ്റം ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. മച്ച് ഓഫ് അവർ ഫ്ലോ ഈസ് ഫ്രം കേരള ടു ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. അല്ലാണ്ട് കേരളത്തിൽ നിന്ന് കണ്ണൂർക്കും കാസർഗോഡും അല്ല നമുക്ക് തിരക്ക് കൂടുതൽ, പുറത്തു പോകാനുള്ളതാണ് തിരക്ക് കൂടുതൽ. സോ വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ കൂടുതൽ ബലപ്പെടുത്തി കൂടുതൽ നടക്കാതെ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് അലോൺ റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന് പെട്ടെന്ന് ഒരു ബോധോദയമാണ് വന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം ലാൻഡ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ്. ലാൻഡ് ആൻഡ് വാട്ടർ അന്നാണ് ഡച്ചിലൊക്കെ പോയി റൂം ഫോർ ദ റിവർ ഒക്കെ പഠിച്ചിട്ടുള്ളത്. അത് കണ്ടവനാണ് ഞാൻ. ഒരു കാര്യവും ഇവിടെ ചെയ്തില്ല. ആദ്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് ചെയ്യേണ്ടത് റിവർ ബേസിൻ സ്റ്റഡീസ് എന്നുള്ളതാണ്. നമുക്ക് 44 നദീതടങ്ങളുണ്ട്. ആ നദീതടങ്ങളുടെ ഒരു പഠനം വേണം. എന്നാലേ നിങ്ങൾക്ക് മൈക്രോ പ്ലാനിങ് ഈ പഞ്ചായത്തുകൾക്ക് വാട്ടർ ഷെഡൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ പഞ്ചായത്തുകൾക്ക് മാത്രമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ജെൽ വിത്ത് ദ ലാർജർ സിസ്റ്റം. ഒരു റിവർ ബേസിൻ പഠനമെങ്കിലും ഈ 8 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുണ്ടോ? ആൻഡ് ലെറ്റ് അലോൺ ദി അതർ കൈൻഡ്സ് ഓഫ് റെസ്റ്റോറേഷൻ. പിന്നെ ഹരിത കേരളം മിഷൻ്റെ ഇതിൽ കുറച്ച് അവിടെ ഇവിടെയും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചില തോടുകൾ കുട്ടികളെയൊക്കെ വിളിച്ച്, കോളേജ് കുട്ടികളെയൊക്കെ, നല്ല കാര്യമാണ്. ബട്ട് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ഡൺ ഓൺ സ്കെയിൽ. സോ നെഗ്ലക്റ്റഡ് ദി ലാൻഡ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് ഇഷ്യൂ. പിന്നെന്ന് പറഞ്ഞത് കാർബൺ ഫുട് പ്രിൻറ്റ് കുറഞ്ഞ കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ ഉപയോഗം. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണം കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ ഈസ് ദ സിംഗിൾ ലാർജസ്റ്റ് സെക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട്സ് 40% ഓഫ് ദ കാർബൺ എമിഷൻ ഗ്ലോബലി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ അതിന് ബേക്കർ മോഡൽ മാത്രമല്ല, വേറെ ഒരുപാട് മോഡലുകളുണ്ട്.
ലോ കാർബൺ ഇൻറ്റൻസിറ്റി ഉള്ള എന്തെങ്കിലും ബിൽഡിംഗ് കോഡിന് മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ടോ? ഇവിടെ 60 കൊല്ലമായി ബേക്കർ മാതൃക നടന്നുകൊണ്ടിരിക്കുന്നു. അത് താല്പര്യമുള്ള കുറേ പേര് അത് ചെയ്യുന്നു. 10,000 20,000 വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ളത് 120 ലക്ഷം വീടുകൾ തന്നെ കെട്ടിടങ്ങളാണ്. അതിൽ 10,000 20,000 എന്ത് തന്നെ ഉണ്ട്. സോ ഇറ്റ് നീഡ്സ് പോളിസി ഇൻ്റർവെൻഷൻ. എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പിന്നെ അതിൽ മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ഇന്നൊവേഷൻ. കാരണം അന്ന് ഇന്നൊവേഷൻ്റെ ആ ഒരു കാലഘട്ടമായിരുന്നു. അത് IT ഉപയോഗിച്ച്, ICT ഉപയോഗിച്ച്, ഗവേണൻസിന് ഉപയോഗിച്ച്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഉപയോഗിച്ച്, എഡ്യൂക്കേഷന് ഉപയോഗിച്ച്, സ്ത്രീകളുടെ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യപ്രദമായ ജോലികൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. സോ ഇന്നൊവേഷൻ പ്ലേസ് എ മേജർ റോൾ. ദാറ്റ് വാസ് ദ തേർഡ് പില്ലർ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ജെൻഡർ എന്നുള്ളത്. 4ാമത്തെ പില്ലറായിരുന്നു ഡീസെൻട്രലൈസേഷൻ. Because many things you can take decisions at the state level as a blueprint, but then you should have നേരത്തെ നമ്മളൊക്കെ പറയുന്ന മാതിരി the principle of subsidiarity. അതായത് താഴെത്തലങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത്, നന്നായി ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെയ്യാം, അവിടെ ചെയ്യാൻ പറ്റാത്തത് അടുത്ത തലത്തിൽ ചെയ്യാം, അടുത്ത തലത്തിൽ ചെയ്യാൻ പറ്റാവുന്നത് സംസ്ഥാന തലത്തിൽ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദി ഗവേണൻസ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി. എന്തെങ്കിലും ചെയ്തോ? നേരെ മറിച്ച് പഞ്ചായത്തുകാർ വീടുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 10-35 വർഷമായി. ഇപ്പോൾ അതെല്ലാം ലൈഫ് മിഷൻ സെൻട്രലൈസ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ വാസ് നോ വേർഡ് അബൌട്ട് ഹൈ സ്പീഡ് റെയിൽവേ, ബുള്ളറ്റ് ട്രെയിൻ, സെമി ഹൈ സ്പീഡ്, സിൽവർ ലൈൻ, ഗോൾഡ് ലൈൻ, ഒരു ഇതുമില്ല. ഈസ് ട്രാൻസ്പോർട്ട് അവർ ക്രിട്ടിക്കൽ കൺസ്ട്രെയിൻറ്റ് കേരളാസ് ഡെവലപ്മെൻറ്റ്? കേരള വികസനത്തിന് വേഗത കുറഞ്ഞ യാത്രാ സൗകര്യം ഉള്ളത് കൊണ്ടാണോ കേരളം ഇങ്ങനെ നിൽക്കുന്നത്? കേരളം വളരെയാണ് ചെയ്യുന്നത്, അത് കാര്യം വേറെ. ആരാണ് പറഞ്ഞത് ഇതാണ് ഏറ്റവും വലിയ പ്രധാനം? കേരളയിൽ കിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം സാങ്കേതികമായിട്ട് ഉള്ള നല്ലൊരു DPI ഇല്ല. പാരിസ്ഥിതികമായിട്ട് അതിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത് അറിയാവുന്ന ടോപ്പ് ആൾക്കാർ, സയൻറ്റിസ്റ്റുകാർ പറഞ്ഞു. ഇത് എവിടുന്ന് പൈസ കിട്ടുന്നൊന്നും അതിന് യാതൊരു ഐഡിയയും ഇല്ല. ഇപ്പോൾ വന്നിരിക്കുന്നു 2 എണ്ണം. ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത ആളായിട്ടുള്ള ശ്രീധരൻ്റെ വക ഒരു റെയിൽവേ. അതുമാതിരി ഉടനെ ക്യാബിനറ്റ് വന്നിട്ട് അല്ലല്ല ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കും. 2 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചർ. ഒരു 1.5 ലക്ഷം കോടിയാണ് ബഡ്ജറ്റ് ആകെ എടുത്താൽ. ഈ ഒറ്റ പ്രോജക്റ്റിന് 2 ലക്ഷം കോടി. ആരെ പറ്റിക്കാനാണത്? സോ ഈസ് ദിസ് ദ പ്രയോറിറ്റി? ഇപ്പോൾ എവിടെ പോയി മറ്റേ പ്രയോറിറ്റി ഒക്കെ? എവിടെ പോയി? ഈ നേരത്തെ പറഞ്ഞ ലാൻഡ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റും ഡീസെൻട്രലൈസേഷനും അതിന് ജെൻഡർ ഇൻക്ലൂഷനും ഇന്നൊവേഷനും ഇതൊക്കെ വളരെ ഇന്നുള്ള സ്ഥാപനങ്ങളെ വെച്ചുകൊണ്ട് ചെയ്യാവുന്നവയാണ്. അല്ലാണ്ട് ഒരു ഇന്നൊവേഷൻ ഇനിയും പുതിയ യൂണിവേഴ്സിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അത് 10, 13, 14 യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് ഓഫീസും കാറും വൈസ് ചാൻസലറേ ഉള്ളൂ. അതിന് താഴത്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഈ പരമ്പരാഗതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി അയച്ച യെസ് പബ്ലിക് സെക്ടർ എടുത്താലും ഹയർ എഡ്യൂക്കേഷൻ എടുത്താലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എടുത്താലും വളരെ കഷ്ടിച്ച് മാത്രമുള്ള വിഭവങ്ങൾ ഇങ്ങനെ തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. No institution has adequate funding. So the first thing is you strengthen existing institutional capacity. ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളെ നന്നാക്കും, ഇവിടെയുള്ള സ്ഥാപനങ്ങളെ നന്നാക്കും, ഇവിടെയുള്ള ആരോഗ്യ സംവിധാനങ്ങളെ നന്നാക്കും. അല്ലാണ്ട് ഒരു എയിംസ് വന്നതുകൊണ്ട് കേരളം മുഴുവൻ നന്നാകും. ലോകോത്തരമായിട്ടുള്ളത് കെട്ടിയെന്നാണ് പറയുന്നത്. പിന്നെന്തിനാ വെറുതെ ഈ എയിംസിന് വേണ്ടി കാത്തിരിക്കേണ്ടത്? നേരെ മറിച്ച് അഡീഷണൽ ഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ യു സ്ട്രെങ്തൻ യുവർ പ്രൈമറി, പ്രത്യേകിച്ച് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ. അത് പ്രൈവറ്റ് സെക്ടർ ചെയ്യില്ലല്ലോ. പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ലേ. സോ ദർ ഈസ് എ ബ്ലൂ പ്രിൻറ്റ്. ആ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പോയി പിന്നെ അവർക്ക് തോന്നുന്ന അജണ്ട ഡ്രിവൺ ബൈ ദ ന്യൂ, നേരത്തെ പറഞ്ഞ മാതിരി ഈ പുതിയ ഒരു നിയോ ലിബറൽ സംസ്കാരത്തിൽ ഒരുപാട് അവസരങ്ങൾ, ആ അവസരങ്ങൾ നമുക്കും കൂടെ കിട്ടണം എന്നുള്ളതിൻ്റെ ഭാഗമായിരിക്കാം ഇത് കംപ്ലീറ്റ്. അല്ലെങ്കിൽ എവിടുന്ന ഈ വന്ന് ഈ അതിവേഗ പാത എന്നുള്ളത് കേരളം. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായി. കേരള വികസനം എന്ന് പറഞ്ഞാൽ അതിവേഗ പാതയാണോ പ്രധാനം? നേരത്തെ നമ്മൾ അഭ്യസ്തവിദ്യരായ സ്ത്രീകളുടെ എണ്ണം തൊഴിൽ സേനയായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതേ സംഭവം തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലും വരുന്നത്. അതിന് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഒരു ഘട്ടത്തിലും പൊളിറ്റിക്കൽ പാർട്ടീസിലോ ഭരണതലത്തിലോ വരുന്നില്ല. നമ്മളിപ്പോൾ നിയമസഭ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ 8% ആളുകളാണ് 140 മണ്ഡലങ്ങളിലെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ നടന്നത്. പാർലമെൻറ്റിലും കേരളത്തിലെ ഒരു ആൾ 2 പേരാണ് രാജ്യസഭയിലും ലോക്സഭയിലും കൂടിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന ഈവൻ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് 50% പ്രാതിനിധ്യം വരുന്നുണ്ടെങ്കിൽ പോലും അതൊരിക്കലും ഒരു അധികാര കേന്ദ്രത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകളില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ
ഒരു കുറച്ച് ഗവേഷണത്തിൻ്റെയും കുറേയൊക്കെ മനനത്തിൻ്റെയും ഭാഗമായിട്ട് എൻ്റെ അഭിപ്രായം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കേരള വികസന മാതൃകയിൽ സ്ത്രീകൾ അർഹിക്കുന്നത്ര അറ്റൻഷനോ പ്രാധാന്യമോ ശ്രദ്ധയോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റോബിൻ ജെഫ്രി മാതിരിയുള്ളവരൊക്കെ ഇവിടുത്തെ സ്ത്രീകളുടെ നേട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതെല്ലാം ഭാഗികമാണ്. അതെല്ലാം അവരുടെ സ്വപ്രയത്നത്താൽ നേടിയെടുത്ത കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം സ്കൂളുണ്ടെങ്കിലും അത് സ്കൂളിൽ പോകണോ പോണ്ടേന്ന് തീരുമാനിക്കുന്ന കുടുംബങ്ങളാണ്, അമ്മമാരാണ്. അങ്ങനെയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കള് പഠിക്കുന്നത്. The state can only play a certain part in making available facilities. മറ്റേതല്ലേ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു റൂളിംഗ് സിസ്റ്റത്തിൻ്റെ, ഗവൺമെൻറ് മാത്രമല്ല, അത് എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സാധ്യതകളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ പോയ ഒരു പുരോഗമനമെന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. അതിലത്തെ ഏറ്റവും പ്രധാനം നിങ്ങൾ നേരത്തെ പറഞ്ഞ റെപ്രസെൻറ്റേഷണൽ ഇക്വാലിറ്റി. അതിപ്പോൾ ക്യാബിനറ്റിലായാലും ശരി, ലെജിസ്ലേച്ചറിലായാലും ശരി, മറ്റ് താഴെത്തട്ടിലുള്ള, ഇപ്പോൾ എക്സെപ്റ്റ് പഞ്ചായത്തിൽ മാത്രം, കാരണം ആണുങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ 52% സ്ത്രീകളാണ്. അതിനൊരു പ്രധാന കാരണം കുടുംബശ്രീയിലൊക്കെ അവർ വന്ന് പരിചയപ്പെട്ട് സംവരണം വന്നതുകൊണ്ടാണ്. 50% സംവരണം വന്നതുകൊണ്ടാണ് അത് അത്രയും കൊണ്ടുവരാനുള്ളൊരു ചങ്കൂറ്റം കാണിച്ചു. ഇതെല്ലാം പീസ് മെയിൽ ആയിട്ടുള്ള ഒരു ഇതാണ്. റെപ്രസെൻറ്റേഷണൽ ഇൻഇക്വാലിറ്റി ഉണ്ട്. ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് ഈ തൊഴിൽ മേഖലയിലാണ്. അപ്പോൾ ഈ തൊഴിൽ മേഖല നേരത്തെ കൂടുതൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു കാരണം അവരൊക്കെ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആയിരുന്നു. ഇല്ലെങ്കിൽ അതുമാതിരിയുള്ള കയറ്, കശുവണ്ടി, അങ്ങനെ വളരെ വേതനം കുറഞ്ഞ ഒരു ലോ വേജ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. ആ കാലഘട്ടം പോയി. വിദ്യാഭ്യാസമൊക്കെ വന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് വെൽഫെയർ ക്ഷേമ കാര്യങ്ങളൊക്കെ കൊണ്ട് കുടുംബത്തിന് അത്രയും പാടുപെട്ട് സ്ത്രീകളെ അങ്ങനെയുള്ള ജോലിക്ക് അയക്കാൻ ഉള്ള മനസ്സും ഇപ്പോൾ ഇല്ല. അങ്ങനെ വന്നപ്പോൾ സ്ത്രീകൾക്കുള്ള ആ പാർട്ടിസിപ്പേഷൻ വളരെ കുറഞ്ഞു. 25% വളരെ കുറഞ്ഞു. അതിൽ തന്നെ അൺപെയ്ഡ് ഫാമിലി ലേബറിനൊരു കാറ്റഗറി ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അതിലും താഴെയാണ് വരുന്നത്. അതേ സമയത്ത് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ മിടുക്കരായിട്ട് സ്കൂൾ തലത്തിലും ഹയർ എഡ്യൂക്കേഷൻ തലത്തിലും പഠിക്കുക മാത്രമല്ല വിജയ ശതമാനത്തിലൊക്കെ നേടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിലും എഴുതി കാണിച്ചത്, ഇന്നിപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മെൻസ് പ്രോബ്ലം. ഉണ്ട്, കുറച്ചുണ്ട് പിന്നെ പുരുഷന്മാർക്ക്. പക്ഷെ അവർക്ക് വേറെ ഒരുപാട് വാതിലുകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാനും ഗൾഫിൽ പോകാനും മറ്റു ഇതിൽ പോകാനായിട്ട്. അത്രയും ഒരു മൊബിലിറ്റിക്ക് സമൂഹം ആകെ നമ്മുടെ സ്ത്രീകൾക്കില്ല. ഒരു ചെറിയ വിഭാഗത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളെ മാതിരിയുള്ള ഫാമിലിക്ക് നന്നായി പഠിച്ചു മക്കൾ പോകുന്നതാണ്. ബട്ട് യു കനോട്ട് ജനറലൈസ് ദാറ്റ് ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു കാണിച്ചത് 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള വിദ്യാസമ്പന്നരിൽ ഒരു മിനിമം ഒരു ബിരുദമെങ്കിലുമുള്ള ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ 10 ലക്ഷം സ്ത്രീകൾ തൊഴിലിന് പുറത്താണ്. 10 ലക്ഷം. അതിൽ ഏകദേശം ഒരു 40%, 50% കൂടുതൽ പഠിച്ചവർ കൂടുതൽ അവർ തൊഴിൽ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ ഈ അന്വേഷിക്കുന്നവർ മാത്രമേ അൺഎംപ്ലോയിഡ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരൂ. മറ്റുള്ളവർ ഔട്ട് ഓഫ് ലേബർ ഫോഴ്സ് എന്നാണ് പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലല്ലോ സ്ഥിതി. ഡിസ്കറേജ്ഡ് ആണ് പലരും എന്നുള്ളത്. ഈ ഒരു 10 ലക്ഷത്തിൻ്റെ വിദ്യാസമ്പന്നരായ 10 ലക്ഷത്തെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എത്രയും 2 ലക്ഷമേ ഉള്ളൂ. അത് പുരുഷന്മാർ 2 ലക്ഷത്തെ താഴെയാണ് പുരുഷന്മാരുടെ എണ്ണം. അപ്പോൾ അതിൻ്റെ അർത്ഥം 80%-ലധികം സ്ത്രീകളാണ് വിദ്യാസമ്പന്നരായിട്ട് തൊഴിലില്ലാതിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം? ഇപ്പം ഈ 1,00,000 കോടി ഉപയോഗിച്ച് അതിവേഗ റെയിൽപാതകളിന് അത്ര 1,00,000 കോടിയൊന്നും വേണ്ട, കുറച്ച് 1000 കോടികളുടെ ഇത് മതി. ഞാൻ ഒരു കാലത്ത് ഞാൻ പറഞ്ഞത് ഒരു താൽക്കാലിക ഇതെന്നുള്ള നിലയ്ക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഫെലോഷിപ്പ് കൊടുക്കാൻ പറഞ്ഞു. അതൊരു പേര് മാത്രമാണ്, ഇൻറ്റേൺഷിപ്പ് എന്നോ എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് എന്നോ എന്തോ പറയുക. ഈ ഫെലോഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രാജുവേറ്റ് എങ്കിലും ആയിട്ടുള്ള ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൊബിലിറ്റി പ്രശ്നത്തിനെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എന്താണത്? പഞ്ചായത്ത് തലത്തിൽ ഇന്ന് പല പഞ്ചായത്തുകളിലും ഈ ഫെലോഷിപ്പുള്ള പെൺകുട്ടികൾ പോയി അവിടെയുള്ള പല കാര്യങ്ങൾക്കും അവരെ സഹായിക്കാൻ പറ്റും. അവിടുത്തെ അക്കൗണ്ടുകൾ നോക്കാനായിട്ട് BCom പഠിച്ചവരാണെങ്കിൽ അക്കൗണ്ട് നോക്കാം. അംഗനവാടിക്ക് സഹായം കൊടുക്കാനാണെങ്കിൽ അത് പഠിച്ചവർക്ക് അവിടെ പോവാം. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആളില്ലെങ്കിൽ അവർക്ക് അവിടെ പോയി നോക്കാം. ദേ ആർ നോട്ട് എംപ്ലോയി, ദേ ആർ
ഈ പീസ് കോർ എന്നൊക്കെ പറയുന്ന മാതിരി ദേ ആർ ഫെലോഷിപ്പ് ഡെവലപ്മെൻറ്റ് ഫെലോസ്. ഒരു 2 കൊല്ലം 3 കൊല്ലം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പഠിച്ചത് മറക്കില്ല, അത് അപ്ലൈ ചെയ്യാനുള്ള അവസരവും കിട്ടും. ഈ ഇങ്ങനെയുള്ള തൊഴിലെടുക്കുന്നത് കൊണ്ട് അവർ കൂടുതൽ ആൾക്കാരും സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ അവരെ തൊഴിലാളികളായിട്ട് പിന്നീട് അവരെ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് തന്നെ കുറച്ചുകൂടി ദൂരത്ത് പോയി പണിയെടുക്കാനുള്ള ഒരു ആശ്വാസം വരും. സോ അതിന് വലിയൊരു സംഖ്യയൊന്നും വേണ്ട, യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അതിന് പകരം 100 രൂപ കൂട്ടിക്കൊടുത്തു, അംഗനവാടിക്കാർക്ക് 150 രൂപ കൂട്ടിക്കൊടുത്തു. ഇങ്ങനെയുള്ള വെരി ബാലിശമായിട്ടുള്ള പിറ്റൻസ് അല്ലേ. ഈ 1600-ന് 2000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് കേരളത്തിൽ 2000 രൂപ പറഞ്ഞാൽ 2 ദിവസത്തെ വേജസ് ആണ് ആണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് 3 ദിവസത്തെ വേജസ് ആണ്. ഇസ് ദാറ്റ് എ ബിഗ് ഇൻക്രീസ്? ദാറ്റ് ഈസ് നോട്ട് എ റിയൽ ഹെൽപ്പ്. ദ റിയൽ ഹെൽപ്പ് ഈസ് വെരി ഡിഫറെൻറ്റ്. പിന്നെ ഇതിൽ തന്നെ വളരെയധികം ഇന്നൊവേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്ന പഠിച്ചവർ, MA-കാരുണ്ട്, MSc-കാരുണ്ട്, BTech-കാരുണ്ട്, എല്ലാവരും, അഗ്രികൾച്ചർ സയൻസ് ഉള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. യു ക്യാൻ ഹാവ് റൂറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഓർ റീജിയണൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് വേർ യു ഇൻക്യുബേറ്റ് ഐഡിയാസ്. ഇപ്പോൾ IT-കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. IT-കാർക്ക് മാത്രം മതിയോ ഈ ഇന്നൊവേഷൻ ഇൻക്യൂബേഷൻ? ഈ പാടത്ത് പണിയെടുക്കുന്നവരുടെ ജോലി കുറയ്ക്കാനുള്ള ഇന്നൊവേഷൻ വേണ്ടേ? അവിടെ നല്ല വിത്തുകൾ കണ്ടുപിടിക്കാനുള്ള ഇന്നൊവേഷൻ വേണ്ടേ? എങ്ങനെ നല്ല അഗ്രോണമി പ്രാക്ടീസ്, എപ്പോൾ വെള്ളമൊഴിക്കണം, എങ്ങനെ വെള്ളമൊഴിക്കണം, മണ്ണിൻ്റെ പരിശോധന വേണം, അതിനുള്ള ഒരു ഇന്നൊവേഷൻ ആയിക്കൂടെ? എങ്ങനെ മത്സ്യങ്ങൾ നമ്മൾ സംസ്കരിക്കണം, അതെങ്ങനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കലിത്തീറ്റകൾ കന്നുകാലി സംരക്ഷണം എങ്ങനെ നടത്തണം? They are equally or more important than the other kind of service or which you export outside. സോഫ്റ്റ്വെയർ എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഇത് യു ക്യാൻ തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് ക്രിയേറ്റ് എൻ ഇക്കോസിസ്റ്റം വെയർ ബൈ വിത്ത് സം എക്സ്പെൻഡിച്ചർ ആൻഡ് ആസ് എ ഹെൽപ്പ് ഫോർ ദിസ് 10 lakh of women യു ക്യാൻ ട്രാൻസ്ഫോം ദെയർ ലൈഫ്സ് ആൻഡ് ദെയർ ആസ്പിറേഷൻസ്. അങ്ങനെ വരാൻ ഇതൊക്കെ പുരോഗമനത്തിൻ്റെ ഭാഗമല്ല, ട്രാൻസ്ഫോർമേറ്റീവ് അജണ്ടയല്ലേ ഇതൊന്നുമല്ല. ഒരു വിമൻസ് പാർക്ക് ഞങ്ങൾ കോഴിക്കോട് ഉണ്ടാക്കി, ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി, ഇവിടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, അതൊക്കെ ആവാം. but you also need to think very differently. We can give a very different idea of inclusion for women. And I think ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, മാവോ ഒരിക്കൽ പറഞ്ഞു, വിമൻ ഹോൾഡ് ഹാഫ് ദ സ്കൈ എന്നാണ് അദ്ദേഹം ചൈനയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് ചൈനയിലത്തെ സ്ത്രീകൾക്ക് ഈ ആദ്യത്തെ 30 കൊല്ലത്ത് ചെയ്തിട്ടുള്ള പലതരം കാര്യങ്ങളിലും ഏറ്റവും ഇതായിട്ടുള്ള സ്ത്രീകളെ എല്ലാറ്റിലും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. 60% അവിടുത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം. ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും 25%. സോ യു ക്യാൻ സീ ആ ഒരു മെഷറിൽ തന്നെ ഡിഫറൻസ് പറയാം. പക്ഷെ കേരളത്തിലും പകുതി ആകാശം മാത്രമല്ല സ്ത്രീകൾ പിടിച്ചു നിൽക്കുന്നത്, 3/4 ആകാശവും എൻറ്റയർ യുവർ സൊസൈറ്റീസ് സെക്യൂരിറ്റി, അതിനെയാണ് സോഷ്യൽ സെക്യൂരിറ്റി. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് 65% ടീച്ചർമാർ സ്ത്രീകളാണ്. ഇപ്പോൾ കോളേജിലും നല്ലൊരു ശതമാനമാണ് ടീച്ചറുകളാണ്. ആശുപത്രികളിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്, പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ പ്രത്യേകിച്ചും. ഇപ്പോൾ കൂടുതൽ ഡോക്ടർമാരുടെ ഇടയിലും പണ്ടത്തെ ഇതൊക്കെ പോയി. മെഡിക്കൽ കോളേജിൽ വളരെ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അംഗനവാടി ഇതിൽ കുട്ടികളെ നോക്കുന്നത്, ആശാ വർക്കേഴ്സ് വന്ന് നോക്കുന്നത്, ഇവർക്കൊക്കെ കുറഞ്ഞ വേതനമാണ്. ഈ കുറഞ്ഞ വേതനം കിട്ടുന്നവരാണ് സമൂഹത്തിൻ്റെ സുരക്ഷാ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സുരക്ഷയും മാനുഷിക വികസനമുള്ള ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, ഈ 3 രംഗങ്ങളിലും സ്ത്രീകളാണ്. ഒരു അംഗനവാടി ടീച്ചറെയും ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒരു ആശാ വർക്കർ ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഭാര്യയെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ട് പോകും. അതൊരു തട്ടിപ്പും കൂടെ ഇത്തരം സർവീസ് സെക്ടറിലെ So even actual fact, the women hold more than half the sky in Kerala, but we don't give them the corresponding recognition, let alone inclusion.